ഗുഡ് മോർണിംഗ് ഓൾ ലീഡേഴ്സ്. നമുക്ക് നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുന്ന ശക്തിയെ ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു സൂം പ്രോഗ്രാം ആരംഭിക്കാം. ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് നൈന, കാലിക്കറ്റ്, തിരുവമ്പാടി. ഇന്ന് എനിക്ക് ഈ ഒരു MC അനുവദിച്ചു തന്ന മനോജ് സാറിന് ഒത്തിരി നന്ദി പറയുന്നു. നമുക്കറിയാം, ഇന്നത്തെ ഈ ഒരു കൊച്ചു തണുത്ത വെളുപ്പാൻ കാലത്ത് ഈ ഒരു 6 AM കയറിയിരിക്കുന്ന എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സും ആത്മാർത്ഥമായി നെഞ്ചോട് ചേർത്ത് ഈ ബയോട്ടോറിയം എന്ന ഒരു ബിസിനസ് ഏറ്റെടുത്ത് വലിയൊരു ടീമിനെ മുന്നോട്ട് നയിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഗ്രേറ്റ് ലീഡേഴ്സ് ആണ്. എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനെയും ഈ ഒരു സൂം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഓരോ ദിവസവും ഓരോ ഗ്രേറ്റ് ലീഡേഴ്സ് ആണ് നമുക്ക് ഇവിടെ അറിവുകൾ പകർന്നു തരുന്നത്. അതേപോലെ തന്നെ ഇന്നും നമുക്ക് ഇവിടെ ഒത്തിരി അറിവുകൾ പകർന്നു തരാൻ വേണ്ടി ഒരു ഗ്രേറ്റ് ലീഡർ അവൈലബിൾ ആണ്. താമരശ്ശേരി സ്വദേശിയായ ബീന മാഡാണ്. മാഡത്തെ പറ്റി പറയുകയാണെങ്കിൽ 20 വർഷത്തോളം മസ്കറ്റിലും അതേപോലെ തന്നെ ഇന്ത്യക്ക് അകത്തും ആയിട്ട് 5 വർഷത്തോളം ആരോഗ്യ മേഖലയില് എക്സ്പീരിയൻസ് ഉള്ള ഒരു മാഡാണ്. നമ്മുടെ ഈ ഒരു ബയോട്ടോറിയം എന്നൊരു ബിസിനസ് ഏറ്റെടുക്കാനുണ്ടായ കാരണം തനിക്ക് കിട്ടിയ റിസൾട്ടാണ്. അപ്പൊ ആരോഗ്യമാണ് സർവ്വധനാൽ പ്രധാനം എന്ന ആ ഒരു തിരിച്ചറിവോടുകൂടി ആത്മാർത്ഥമായി ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കുകയും ഒരുപാട് കുടുംബങ്ങളിലേക്ക് ആരോഗ്യവും സമ്പത്തും പ്രദാനം ചെയ്തുകൊണ്ട് വളരെ നല്ലൊരു ടീമിനെ ഇന്ത്യക്കകത്തും പുറത്തും നയിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രേറ്റ് ലീഡേഴ്സ് ആണ്. മാഡത്തിനെ ഈ ഒരു സൂം പ്രോഗ്രാം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം ബീന മാഡം. മ്യൂട്ടാണ് മാഡം. ഓക്കെ, താങ്ക് യു നൈന മാഡം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. നല്ലൊരു ദിനാകട്ടെ. മാത്രമല്ല, ഈ ഒരു ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് നമ്മളെ നെറ്റ്വർക്കേഴ്സിന് മാത്രമല്ല, നമ്മൾ ഈ വൈറ്റോറിയംകാർക്കും ഒരു ഇമ്പോർട്ടന്റ് മന്ത് ആണ് നമ്മളെ ഫെബ്രുവരി എന്ന് പറയുന്നത്. കാരണം ഫെബ്രുവരി 14 നമ്മളെ പ്രൊഡക്റ്റിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ വർഷം എന്ന് പറയുന്നത് 1 year ആയി. അതേപോലെ തന്നെ ഇന്നലെ ഫെബ്രുവരി 19 നമ്മള് കേരളത്തില് നെറ്റ്വർക്ക് മേഖലയില് ഒരു വെബ്പോർട്ട് തയ്യാറാക്കിയത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ, ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വെബ്പോർട്ട് തയ്യാറാക്കി മാർഗരേഖ തയ്യാറാക്കിയതും ഫെബ്രുവരി 19 അപ്പം ഫെബ്രുവരി എന്ന് പറയുന്നത് നമ്മളെ ഒരു എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു മാസമാണ്. അല്ലെ തന്നെ നമ്മൾ ഓർത്തിരിക്കും. 28 ദിവസം 29 ദിവസം ഒക്കെ ഉള്ളത് വർഷത്തിൽ ഫെബ്രുവരി മാത്രമേ ഉള്ളല്ലോ. അപ്പൊ അത് നമ്മുടെ ഓർമ്മയിൽ ഇരിക്കും എങ്കിലും. അപ്പം അതേപോലെ തന്നെ ഇന്നലെ അതേ ദിവസം തന്നെ എനിക്കൊരു BOP കോഴിക്കോട് എടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. പിന്നെ ഇതേപോലെ മനോജ് സാറ് ഇന്നലെ എന്നോട് ചോദിച്ചു, നാളെ ഒരു ഇത് ചെയ്യാമോ. ഞാൻ അധികവും 6 AM എനിക്ക് കേറാൻ പറ്റാറില്ല. അത് എന്റേതായ കുറെ പേഴ്സണൽ കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് മാത്രമാണ്. അപ്പം ഞാനിവിടെ ശരിക്കും ഇന്ന് ഈ ഒരു ടോപ്പിക്ക് തന്നെ നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ടു കാസ്റ്റ് എ ഫിഷിംഗ് ലൈന്. അതിന്റെ മീനിങ് ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കിട്ടിയ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഏറ്റവും വലിയൊരു പാഠം എന്ന് പറയുന്നത്. ആ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയത് നല്ലതെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, അത് അവർക്കും ഉപകാരപ്പെടുകയാണെങ്കിൽ ഒത്തിരി നല്ലത് എന്നൊരു കാര്യത്തിലാണ്. അത് സ്വന്തം ടീമെന്നോ മറ്റൊരു ടീമെന്നോ ഒന്നുമില്ല. നമ്മള് ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് ചെയ്യുക, അതിലൂടെ എന്തെങ്കിലും നേടുക എന്നുള്ളത് നമ്മുടെ കഴിവിനനുസരിച്ചിരിക്കും. എല്ലാം അറിഞ്ഞിട്ടും ചിലപ്പോൾ ഒന്നും നേടാൻ പറ്റാത്തവരുണ്ടാവും. കാരണം അതൊക്കെ ഓരോരുത്തരുടെ ഓരോ കഴിവ് അനുസരിച്ച് അവരെ ഏത് വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്നു. നമ്മളെപ്പോഴും പറയും നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴും നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ബയോട്ടോറിയത്തിൽ വർക്ക് ചെയ്യുന്ന പലരും പകുതി പേരോളം അപ്ഡേറ്റഡ് അല്ല പല കാര്യത്തിലും. കാരണം നമ്മള് ബേസിക് പ്രോഡക്റ്റ് നമ്മളെ മാഗ്നറ്റിക് പ്രോഡക്ട്സ് ആണ്. ബേസിക് പ്രോഡക്റ്റ് മാഗ്നറ്റിക് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ, തുടക്കത്തിലായതുകൊണ്ട് തന്നെ നമ്മൾ അതിലാണ് എല്ലാവരും ഒരു കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ തന്നെ നമുക്ക് ഒരു പൊതുവെ ഒരു സ്വഭാവമുണ്ട്, മലയാളികൾക്ക് പ്രത്യേകിച്ച് ഒരു ആക്രാന്തി, അതോ ഒന്നിച്ച് മൊത്തം എടുക്കുക എന്നുള്ള രീതിയിൽ. അപ്പൊ ഒരു 100 PBയിൽ നമുക്കൊരു ഫാമിലി ബോണസ്, അവയർനെസ് ബോണസ് കിട്ടിയ ഒരു വലിയ എമൗണ്ട് ആയതുകൊണ്ട് അതുക്ക് താഴെ പോവുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ ചിന്തിച്ചാൽ അറിയാം, മഴ പെയ്യുമ്പോൾ ഒരു തുള്ളി പല തുള്ളിയായി, ചെറിയ അരുവിയായി, പുഴയായി,
സമുദ്രമായി കടലായിട്ടാണ് മാറുന്നത്. അപ്പം പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ നമ്മള് മാഗ്നറ്റിക് പ്രോഡക്റ്റ് നമ്മളെ ബേസിക് പ്രോഡക്റ്റ് ആണ്. പക്ഷെ ഇപ്പം നമുക്കൊരു 50 PV ഒരു ബൂസ്റ്റർ പ്ലാൻ എടുത്തിട്ടുണ്ടെങ്കിൽ 14,300 അടയ്ക്കണം എന്നുള്ളത് നമുക്കറിയാം. നമ്മളൊരു ഒരു സാധാരണക്കാരെ എടുത്തു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു 14,300 എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ട് ആണ്. പലർക്കും അടയ്ക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ്. മാത്രമല്ല ഇത് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും പലരും തുടക്കത്തിലൊക്കെ നമുക്കിത് കൊടുക്കുന്നത് കുറേ കൂടി ഈസി ആയിരുന്നു. ഇന്നെന്ന് പറയുന്നത് തുടക്കത്തിൽ നമ്മളെ ഈ ബയോട്ടോറിയം ചെയ്യുന്ന പലരും തന്നെ ഇതിനൊന്ന് നശിപ്പിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ഇതിനെ കുറിച്ച് കാര്യമായിട്ട് പഠിക്കാതെ ഒരു ബിസിനസ് മോഡലിൽ ഇത് കൊണ്ടുപോയത് കൊണ്ട് തന്നെ എന്ത് ഡൗട്ട് ചോദിച്ചാലും ക്ലിയർ ചെയ്തു കൊടുക്കാനുള്ള ഒരു അറിവില്ലായ്മ കൊണ്ട് തന്നെ പലപ്പോഴും ഫോൺ എടുക്കുകയും കാണുമ്പോൾ തിരിഞ്ഞു നടക്കുകയും അങ്ങനത്തെ ഒരു അവസ്ഥയെ ആയതുകൊണ്ട് തന്നെ ഈ ബയോട്ടോറിയം നമ്മൾ പോസിറ്റീവായിട്ട് പോകുന്നതോടൊപ്പം തന്നെ നെഗറ്റീവായിട്ട് ഇന്ന് പലരിലേക്കും എത്തിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളൊരു വീട്ടിൽ ഇതിനെക്കുറിച്ച് ചെന്നിട്ടുണ്ടെങ്കിൽ ചിലയിടത്തുനിന്നേലും നമ്മളീ പലരും കേട്ടിട്ടുണ്ടാവും ഇതിന് വലിയ ഗുണമൊന്നുമില്ല, ഇതെന്തിനാണ് മേടിച്ച് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള ഒരു വിശ്വാസ്യത നേടിയെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അത് ആദ്യമേ ഇതിന്റെ ഈ 14,300 എന്ന് പറഞ്ഞു പോകുമ്പോ തന്നെ നമുക്ക് അതിന്റെ ഒരു വിശ്വാസ്യത നഷ്ടപ്പെടും. പക്ഷെ പലർക്കും നമുക്കറിയാം പല റിസൾട്ടുകളും പലയിടത്തുനിന്നും കിട്ടുമ്പോൾ ഈ നെഗറ്റീവ് പറഞ്ഞവർ തന്നെ ഇത് മേടിച്ച് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിലും ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും 2 വർഷത്തോളമായിട്ട് എൻ്റെ വീടിന്റെ ഓപ്പോസിറ്റ് താമസിക്കുന്ന ഒരു ബാങ്ക് മാനേജർ ഉണ്ട്. അദ്ദേഹത്തിനോട് ഞാൻ ഈ ബയോട്ടോറിയം പ്രോഡക്റ്റിനെ കുറിച്ച് പറയുകയും അതിന്റെ ക്ലാസ്സുകളിൽ പങ്കെടുപ്പിക്കും. ക്ലാസ് എന്ന് പറഞ്ഞാൽ സൂം മീറ്റിംഗ്, അല്ലാതെ അവര് നമ്മളെ കോഴിക്കോട്ടെ ക്ലാസ്സിനൊന്നും അങ്ങനെ വരത്തില്ല. കാരണം ഒന്നാമത് ഭയങ്കര ഒരു VIPs ആണ്. നമ്മളെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ ഒരു റിലേഷൻ ആണ്. അപ്പം അങ്ങനെ ഒന്നും വരത്തില്ല. വൈഫാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഹെഡ് നേഴ്സാണ്. അപ്പം ഇതിനെ കുറിച്ച് എത്ര പറഞ്ഞിട്ടും അവര് എടുക്കുന്നില്ലെന്ന് മാത്രമല്ല, പക്ഷെ ഇവര് പറഞ്ഞിട്ട് ഈ മാനേജർ പറഞ്ഞിട്ട് 3-4 പ്രോഡക്റ്റുകൾ പലർക്കായിട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇവരെടുക്കില്ല. അങ്ങനെ കഴിഞ്ഞ ഒരു മാസം ഞാൻ നടന്നു വരുന്ന വഴിക്ക് ഇവരുടെ വൈഫ് എതിരെ വരുന്നു. ജസ്റ്റ് വീട്ടിലെ വിശേഷം ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു മകന് ഇടയ്ക്കിടയ്ക്ക് വയ്യായികയാണ്. എന്താവാ വലിയ അങ്ങനെ കാര്യപ്പെട്ട അസുഖമല്ല, ജലദോഷം അല്ലെങ്കിൽ പനി തുമ്മൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാനൊരു സാധനം തരാം, നിങ്ങൾ ഒരിക്കലും അത് ബിസിനസ് ആണെന്ന് വിചാരിക്കരുത്, മകന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. അതില് ഞാന് ചില കണ്ടന്റ്സ് മാത്രം അവരെ ഇൻഗ്രീഡിയൻസ് അവരോട് പറഞ്ഞു, അത് കൊടുത്തു. ഏതാണ്ട് അത് തീരുന്ന സമയമായപ്പോഴത്തേക്കും ഞാൻ അവരെ വീട്ടിൽ ചെന്നു. അവരെ മൂത്ത മകള് ആയുർവേദ ഡോക്ടറാണ്, ഇപ്പം അമൃതയെന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളൂ. അപ്പൊ അവിടെ ചെന്ന് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോ ഇതിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുന്നേ തന്നെ ഈ +2 പഠിക്കുന്ന മകൻ എന്നോട് പറഞ്ഞു എനിക്കിത് കഴിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ട് തോന്നുന്നുണ്ടെന്നും. അപ്പം ഈ ഇവന്റെ അമ്മ അഥവാ ഈ മെഡിക്കൽ കോളേജിലെ ഹെഡ് നേഴ്സ് ആയിരുന്നു, അവരും പറഞ്ഞു നല്ല റിസൾട്ട് തോന്നുന്നുണ്ട്, അവനിപ്പോ ഇടയ്ക്കിടയ്ക്ക് വരുന്ന അസുഖങ്ങളൊക്കെ കുറഞ്ഞു, തുമ്മല് കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാന് ഇതിൽ അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെ കണ്ടന്റ്സ് ആണെന്നുള്ളത് പറഞ്ഞു. അപ്പൊ മോളെ കേക്ക പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ആയുർവേദ ഡോക്ടർ ആണല്ലോ, ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒറ്റ ബെറി ജ്യൂസിൽ പിന്നീട് എൻ്റെ അടുത്ത് ആ ആഴ്ച തന്നെ 5 ബെറി ജ്യൂസ് ആണ് എടുത്തത്. അഥവാ 6 ബെറി ജ്യൂസ് ടോട്ടലായിട്ട് എനിക്ക് ആ ഒരു വീട്ടിലേക്ക് കൊടുക്കാൻ പറ്റി. അപ്പം ആ ബെറി ജ്യൂസ് കൊടുക്കുന്ന കൂട്ടത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ അവരോട് പറഞ്ഞിരുന്നു ഇതില് ഗീർ പശുവിന്റെ നെയ്യുണ്ട്, ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടും അതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അതേപോലെ തന്നെ മോർ പവറിന്റെ കാര്യവും പറഞ്ഞു കൊടുത്തു. അപ്പൊ ഗീർ പശുവിന്റെ നെയ്യ് അതേ വീട്ടിലേക്ക് തന്നെ എന്റെ അടുത്തുനിന്ന് 2 ബോട്ടിൽ മേടിച്ചു. മോർ പവർ 6 ബോട്ടിൽ മേടിച്ചു. ഇത് മേടിച്ചു കഴിഞ്ഞപ്പം ഇതിന്റെ ഒരു ഗുണം അവർക്ക് മനസ്സിലായി തുടങ്ങി എന്ന് കണ്ടു കഴിഞ്ഞപ്പം ഞാൻ ഇവരോട് പറഞ്ഞു ഇതിലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാരണം നിങ്ങൾ ഇത്രയും ക്യാഷ് മുടക്കിയില്ലേ, ആ ക്യാഷ് നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു അവസരമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങനെയെങ്കിൽ ഒരു ഐഡിയ അടിക്കുക അവരാലോചിച്ച് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം ഞാൻ പറഞ്ഞു ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിൽ മറ്റൊന്നുണ്ട്,
മൂന്ന് ഐഡിയ അടിച്ചു വരുമ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അത് ഒന്നും കൂടി ഗുണകരമാകും എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തപ്പം ഈ ആയുർവേദ ഡോക്ടർ മകളുടെ പേരിലും ഇവര് ഐഡിയ അടിച്ചു. അപ്പൊ അദ്ദേഹം ഒരു 4800 ഐഡി ഇതിന് പുറമെ അടിച്ചു. അതുകൂടാതെ 14300 നമ്മളെ ബൂസ്റ്റർ പ്ലാനും എടുത്തു. നമുക്കറിയാം ബൂസ്റ്റർ പ്ലാൻ എടുക്കുമ്പോൾ ഒരു ചെറിയ വരുമാനം വരും എന്നുള്ളത്. അതേടൊപ്പം തന്നെ നിങ്ങൾ ചിന്തിച്ചാൽ അറിയാം 6 ബെറി ജ്യൂസും 6 മോർപ്പവറും 2 ഗീയും ഈ ബൂസ്റ്റർ പ്ലാനും 4800 അടയ്ക്കുമ്പോൾ എനിക്ക് എത്ര വരുമാനം വന്നു എന്നുള്ളത് ഓർക്കാം. PV മാച്ചിങ് ആകുമ്പോൾ എത്ര വരുമാനം വന്നു, അതേപോലെ തന്നെ റീറ്റെയിൽ പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എത്ര കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 35,000 ഒരു വീട്ടിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഒരു ഫാമിലി ബോണസ് കുത്തിയിരുന്ന ഒരാഴ്ചത്തേക്കോ ചിലപ്പം നമ്മൾ കണ്ടുപിടിച്ച് 100 PV വെച്ച് കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും ഒരു ഫാമിലി ബോണസ് എന്ന് പറയുന്നത്. അത് എത്രയാണ്? അപ്പം ടു കാസ്റ്റ് എ ഫിഷിംഗ് ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ചൂണ്ടയിടുമ്പോൾ എപ്പോഴും ഒരു മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് വലിയ ഇര നമ്മൾ ഇടത്തില്ല. ആ മീനിന് കൊത്താൻ പറ്റുന്ന ഒരു ചെറിയ ഇരയാണ് നമ്മൾ ചൂണ്ടയിലിടുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ ഈ വാട്സപ്പിലൊക്കെ കണ്ട് ഒരു സ്രാവിനെ പിടിച്ച ആ പിടിച്ച കൊളുത്തെന്ന് പറയുന്നത് ശരിക്കും എന്റെ വിരലിന്റെ അത്രേ ഉള്ളൂ, പക്ഷെ വമ്പ സ്രാവിനെയാണ് പിടിച്ചത്. അപ്പൊ നമ്മള് എപ്പോഴും ഒരു ഇനി മാഗ്നറ്റിക് പ്രോഡക്റ്റ് മാറ്റി നിർത്തണം എന്നല്ല പറയുന്നത്. നമ്മൾ ചെറിയ പ്രോഡക്റ്റിലൂടെ കൊടുത്ത് വിശ്വാസ്യത നേടിയിട്ട് അതുവഴി നമുക്ക് മാഗ്നറ്റിക് പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു നല്ല ഉദാഹരണമാണ് ഞാൻ ഈ ബാങ്ക് മാനേജറിൽ കണ്ടതെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോഴും നമ്മളെ ഒരു പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത് 35 ലക്ഷത്തിന് മേലെ അല്ലെങ്കിൽ ഒരു 40 ലക്ഷത്തിനടുത്ത് മാഗ്നറ്റിക് പ്രൊഡക്റ്റുകൾ പോയിട്ടുണ്ട്, വിറ്റ് പോയിട്ടുണ്ട്. അതാണ് നമ്മളൊരു കണക്ക് പറയുന്നത്. ഞാൻ പലപ്പോഴും പലയിടത്തും ക്ലാസ് എടുക്കുമ്പോൾ സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് നമ്മളിപ്പോഴും രോഗികളെ, പ്രായം ചെന്ന ഒരു അസുഖക്കാരെയാണ് തെരഞ്ഞു നടക്കുന്നത്. എന്ത് പറഞ്ഞാലും നമ്മളിപ്പോഴും ഒരു ക്ലാസ് എടുക്കുമ്പോൾ അല്ലെ പുതുതായിട്ട് ഒരാളോട് പറയുമ്പോൾ ഇതിന്റെ റിസൾട്ട് കിട്ടി എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെയാണ് പോകുന്നത് രോഗികളിലേക്ക്. പക്ഷെ ഇവിടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട വലിയൊരു വിഭാഗം എന്ന് പറയുന്ന കുട്ടികളാണ്. നമുക്കറിയാം ബെറി ജ്യൂസ് 10 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അതിന്റെ ഡോസിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മാത്രം മതി. പക്ഷെ ഇന്ന് കുട്ടികളിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നതിലും മറ്റൊരു കാര്യമുണ്ട്. പണ്ടത്തെ കാലത്തൊക്കെ പൊതുവെ ഞാൻ കണ്ടിട്ടുള്ളത്, ഒരു വീട്ടില് ഒരു നല്ല ഭക്ഷണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഗൃഹനാഥനാണ് കൊടുക്കുക. അത് ഇപ്പൊ ഒരു നല്ല ഫുഡ് ഉണ്ടെങ്കിൽ അമ്മമാര് പറയും, അയ്യോ ഇത് അപ്പന് കൊടുത്തിട്ട് ബാക്കി ഉണ്ടെങ്കിലാണ് മക്കളും പിന്നെ അമ്മമാര് കഴിക്കുന്നത്. പക്ഷെ ഇന്ന് ആകെ അത് മാറിയിട്ടുണ്ട്. നമ്മളെ വീടുകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, അതുമല്ലെങ്കിൽ ഓരോ വീട്ടിലും കണ്ടുവരുന്ന സമ്പ്രദായം അറിയാം, മക്കൾക്ക് ഏറ്റവും നല്ലത് കൊടുത്തിട്ട് അതിന്റെ ബാക്കി എന്തെങ്കിലും മാത്രം ഉണ്ടെങ്കിലേ അപ്പനും അമ്മയും എടുക്കാറുള്ളൂ. ശരിയല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്, കറക്റ്റ് ആണോ? അപ്പം ആദ്യം നമ്മൾ മക്കൾക്കാണ് കൊടുക്കുന്നത്. ഇന്ന് മക്കൾക്ക് വേണ്ടി ചാകാൻ വേണ്ടി നടക്കുന്ന പേരൻസ് ആണ്. ഈ യുവജനോത്സവം വന്നു കഴിഞ്ഞപ്പം അതിലെ ന്യൂസ് എടുത്തു കഴിഞ്ഞപ്പോ ഞാൻ പലപ്പോഴും പലരുടെയും കാര്യങ്ങൾ കേട്ടപ്പോ നമ്മൾ അതിൽ ഞെട്ടിപ്പോവും. കാരണം വീട് പണയം വെച്ചിട്ട് മക്കൾക്ക് വേണ്ടി യുവജനോത്സവത്തില് ട്യൂഷൻ എന്ന് പറയുന്ന ഒരു വീട് നമ്മളെയൊക്കെ ചെറുപ്പില് ഏതോ പൊങ്ങച്ച പിള്ളേർക്ക് മാത്രം പഠിക്കാനുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. ട്യൂഷൻ എന്ന് നമ്മളെ അടുത്തേക്കൊന്നും എത്താത്ത കാര്യമാണ്. പക്ഷെ ഇന്ന് പ്ലേ സ്കൂള് തൊട്ടുള്ള കുട്ടികൾക്ക് ട്യൂഷനാണ്. പൈസ ഇല്ലെങ്കിൽ ട്യൂഷന് വിടും. അപ്പം ഈ കുട്ടികൾക്ക് കോമൺ ആയിട്ട് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നമ്മളൊരു സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്യൂഷൻ ഇല്ല. ആൺകുട്ടികൾ സ്കൂൾ ബാഗ് എറിഞ്ഞിട്ട് പെൺകുട്ടികൾ അക്ക് കളിക്കുന്നു, അതുപോലെ കുട്ടി പോലും കളിക്കുന്നെങ്കിൽ ഇന്ന് സ്കൂള് വിട്ട് വീട്ടിലെത്തുന്നതിന് മുന്നേ തന്നെ പകുതിയിലധികം കുട്ടികൾ ട്യൂഷന് പോയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. അഥവാ വീടെത്തുമ്പോഴത്തേക്കും 6 മണി 7 മണിയായി. പിന്നെയും അവർക്ക് ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് കൊടുത്തിട്ടുള്ള ഹോംവർക്കുകൾ, സ്കൂളിൽ നിന്ന് കൊടുത്ത ഹോംവർക്കുകൾ, അങ്ങനെ നിരവധി ചെയ്യാനുണ്ട്. അപ്പൊ കുട്ടികൾ ഇന്ന് ഭയങ്കരമായിട്ടും വലിയവരെക്കാൾ കൂടുതൽ സ്ട്രെസ്, ടെൻഷൻ അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ്, ഇന്ന് വായ്ക്ക് രുചിയുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ മക്കൾക്ക് മേടിച്ചു കൊടുക്കുന്നത്. അഥവാ മക്കൾ പറയുന്നതിന്റെ അപ്പുറം പോകത്തില്ല. അഥവാ നമ്മൾ പണ്ടത്തെ കാലത്ത് കഴിച്ചിരുന്ന ഭക്ഷണങ്ങളല്ല. ഒരു കുഴിമന്തി, അതുമല്ലെന്നുണ്ടെങ്കിൽ ഒരു പിസ്സ, അങ്ങനത്തെ ഷവർമ പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ വായ്ക്ക് ടേസ്റ്റ് ഉണ്ടെങ്കിലും നമുക്ക് ശരീരത്തിന് വേണ്ടുന്ന ഒന്നും തന്നെ കിട്ടുന്നില്ല.
അപ്പോഴെന്താണ് അവിടെ സംഭവിക്കുന്നത്? കുട്ടികൾക്ക് സ്റ്റാമിന കുറയുന്നുണ്ട്, അതേപോലെ അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറയുന്നുണ്ട്, HB കുറയുന്നുണ്ട്. ഞാൻ ഈ ബാങ്ക് മാനേജറുടെ മകന് കൊടുത്തപ്പം ഞാൻ അതിൽ ഇത് എന്ന് പറയുന്നത് നമുക്ക് ഒരു വിശ്വാസ്യത കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ആ വീട്ടിലേക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പൊ ഈ കുട്ടികളെ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇത്ര വർഷം കൊണ്ട് 4 വർഷം കൊണ്ട് ഒരു 40 ലക്ഷത്തിന്റെ അടുത്ത് പ്രൊഡക്റ്റ് ആണ് പോയെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, 10ാം ക്ലാസ്സിലെ പിള്ളേര് പരീക്ഷ എഴുതുന്ന സമയത്തും ന്യൂസ് പേപ്പറിലും TV-യിലൊക്കെ കാണാറുണ്ട്, 6 ലക്ഷത്തിൽ പരം കുട്ടികൾ അല്ലെ 7 ലക്ഷത്തോളം കുട്ടികൾ 10ാം ക്ലാസ്സിലെ മാത്രം കേരള സിലബസ് മാത്രം എക്സാം എഴുതാൻ പോകുന്നു, പരീക്ഷ ഇന്നതിനാണ് അതിലേക്ക് പോകുന്നു നമ്മൾ വായിക്കാറുണ്ട്. നമുക്കറിയാം കേരള സിലബസ് പോലെ തന്നെ അതിന്റെ ഇരട്ടിയുണ്ട് സെൻട്രൽ ഗവൺമെന്റ് CBSE സിലബസ് പഠിക്കുന്ന കുട്ടികൾ. അപ്പം അതും അത്രയും കൂട്ടിയിട്ടുണ്ടെങ്കിൽ എത്രയുണ്ടാവും? ഒരു 6 കുട്ടിക്ക് അധികം കൂട്ടുണ്ടാവും, ഒരു 12 ലക്ഷം കുട്ടികളുണ്ടാവും 10ാം ക്ലാസ്സിലെ കുട്ടികളും മാത്രം എക്സാം എഴുതാൻ വേണ്ടി പോകുന്നു. ഒരു വർഷത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതല്ലാതെ മതപഠനമായിട്ട് പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും, അതൊന്നും ഈ കണക്കിൽ വരുന്നില്ല. പിന്നെ ഇത് കേരള സിലബസും CBSE സിലബസും അല്ലാത്ത കുട്ടികൾ ഉണ്ടാവും വേറെ. അപ്പൊ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാർക്ക് കിട്ടാൻ വേണ്ടി ഇന്ന് പിള്ളേരെ ഇടയിലുള്ള മത്സരത്തെക്കാൾ കൂടുതൽ പേരൻസിന്റെ ഇടയിലാണ് മത്സരം. അപ്പൊ എങ്ങനെ ഒരു മാർക്ക് കൂട്ടിയെടുക്കാൻ പറ്റും, അതിനാണ് ഓടിപ്പാഞ്ഞ് നടക്കുന്നത്. അപ്പൊ അവിടെ അവരെ മാനസികമായിട്ടുള്ള സമ്മർദ്ദം കുറയ്ക്കുക, ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുക, മെന്റൽ സ്ട്രെസ് കുറയ്ക്കുന്നതിന്റെ കൂടത്തിൽ തന്നെ അവർക്കൊരു ഒരു ബ്രെയിൻ കാമാക്കുക, അങ്ങനത്തെ ഇത് അതുപോലെ സ്റ്റാമിന വർദ്ധിപ്പിക്കുക, ഇതൊക്കെ എന്ന് പറയുന്നത് ഓർമ്മയിൽ നിൽക്കുക ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഒരു കുട്ടികളിലേക്ക് അവരുടെ പേരൻസിന്റെ അടുത്തേക്ക് അത് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ കുട്ടികളെ കേൾക്കെ തന്നെ നിങ്ങൾ ഈ പേരൻസിനോട് ഇത് സംസാരിക്കുമ്പോൾ കുട്ടികൾക്കും പേരൻസിന്റെ സ്ട്രെസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ പേരൻസ് സ്വാഭാവികമായിട്ട് അത് കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കും. ഇനി മേടിക്കാൻ ഇച്ചിരി മടിക്കുന്ന പേരൻസ് ആണെങ്കിൽ കുട്ടികളെ കേൾക്കെ പറയുമ്പോൾ കുട്ടികൾ ഒരു 2-3 പ്രാവശ്യം എനിക്കത് വേണമെന്ന് ചാടിയും പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേരൻസിന് അത് മേടിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ആദ്യം നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ച് ആ ഒരു അറിവ്, കോൺഫിഡൻസ് എന്ന് പറയുന്നത് വേണം. അത് അറിവ് എന്ന് പറയുന്നത് ഇപ്പം ബെറി ജ്യൂസിൽ 21 ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിലും നമ്മൾ ഈ 21 കാണാതെ പഠിക്കണം എന്നില്ല കുട്ടികളുടെ കാര്യത്തില്. കുട്ടികളുടെ കാര്യത്തില് ഇമ്മ്യൂണിറ്റി പവർ കൊടുക്കുന്ന, സ്റ്റാമിന കൊടുക്കുന്ന, മെമ്മറി പവർ കൊടുക്കുന്ന, ബ്രെയിൻ കാമാക്കുന്ന പ്രൊഡക്റ്റുകൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്നുള്ളത് മാത്രം പഠിച്ചു വെച്ചിട്ട്, അതേപോലെ തന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഒരു വെള്ളമൊക്കെ കുടിക്കൽ കുറവായിരിക്കും, ഡീഹൈഡ്രേഷൻ ഉള്ള സാധ്യതയുണ്ട്, അതേപോലെ പെട്ടെന്ന് അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇതൊക്കെ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് കുട്ടികൾക്ക് വരുന്ന ഒരു കാര്യമാണ്. അത് കോമൺ ആയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പറയുമ്പോൾ നമ്മൾ അത് മാത്രം ഒന്ന് പഠിച്ചിരിക്കുക. അതാണ് എപ്പോഴും നമുക്ക് ക്ലാസ് എടുക്കുന്ന ഒരു അല്ലെങ്കിൽ മനോജ് സാറൊക്കെ പറയുന്നത് പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ 12ഓളം വിഷയങ്ങൾ പഠിച്ചിട്ടുള്ളവരാണ്. മലയാളം തുടങ്ങിയ ലാംഗ്വേജ് തുടങ്ങിയ സബ്ജക്റ്റുകൾ അടക്കം 12ഓളം. ഇവിടെ നമുക്ക് ഒരേ ഒരു സബ്ജക്റ്റേ ഉള്ളൂ പഠിക്കാൻ, ഈ ബയോട്ടോറിയം മാത്രം. അതേപോലെ അതിന്റെ ഒരു വില ചോദിച്ചെന്ന് പലർക്കും അറിയത്തില്ല. നമ്മൾ ചിന്തിച്ചാൽ അറിയാം, സ്കൂളിൽ പോകാത്ത ഒരാൾ പോലും ഒരു കച്ചവടം തുടങ്ങിയിട്ടുണ്ട്, ആ കടയിൽ 100 കണക്കിന് സാധനങ്ങൾ ഉണ്ടാവും. എന്തിന്റെ വില ചോദിച്ചാലും അവർക്ക് കാണാതെ അറിയാം. അതിൽ തന്നെ ചില പ്രൊഡക്റ്റുകളൊക്കെ അടുത്ത മാസം മേടിക്കുന്നതേ വില മാറിയിട്ടുണ്ടാവും. ആ മാറിയ വില അവർക്ക് കാണാപ്പാടാ അറിയാം. എന്തുകൊണ്ടാണ്? അവർക്ക് അത് സെയിൽ ചെയ്യേണ്ടത് കൊണ്ട് അതിന്റെ വില പഠിച്ചിരിക്കണം. പക്ഷെ ഇന്ന് ഈ ബയോട്ടോറി എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് 2, 3, 4 വർഷമായിട്ടും ഇതിന്റെ വില അറിയാത്തവർ പലരും ഉണ്ട്. ഇതിൽ എന്തൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടെന്ന് അറിയാത്തവരുണ്ട്. ഇതില് ഓരോ പ്രൊഡക്റ്റിലും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് അറിയാത്തവരുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? ഈ ബിസിനസ് ഇപ്പോഴും സ്വന്തം എന്ന് കരുതിയിട്ടില്ല, സ്വന്തമായിട്ട് ഏറ്റെടുത്തിട്ടില്ല. അതിന്റെ ഒരു പ്രശ്നമാണ്. അപ്പൊ ഞാൻ ഈ പറയുന്നത് ബെറി ജ്യൂസിന്റെ ഒരു കാര്യം ഒരു വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടികളെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു സംസാരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ടും ഞാൻ ഈ പറഞ്ഞ പോയിന്റുകൾ മാത്രം, അഥവാ അവരോട് പറയാം മെമ്മറി പവർ കൂട്ടുന്നു, സ്റ്റാമിന കൂട്ടുന്നു. സ്റ്റാമിന കൂട്ടണമെങ്കിൽ എന്ത് പ്രോഡക്റ്റ് ആണ്? സീബക്ക് ത്രോണും അത് എടുത്തു പറയാം. അതിന്റെ ആക്ഷൻ എന്താണ്? അത് അവരെ ഉള്ളിലേക്ക് എത്തിക്കാൻ പറ്റിയ ഏറ്റവും നല്ലതാണ്. നമ്മള് ഇന്ത്യൻ മിലിറ്ററി ഉപയോഗിക്കുന്ന സാധനമാണ് സീബക്ക് ത്രോൺ. അത് ഇന്ത്യൻ മിലിറ്ററി ഉപയോഗിക്കണമെങ്കിൽ എന്താണ്? അവർക്ക് കായിക ശേഷി അതേപോലെ തന്നെ സ്റ്റാമിന വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്
സീബക്കത്രോണും. മാത്രമല്ല കായിക താരങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് സീബക്കത്രോൺ. അപ്പം അത് അവരെ ഉള്ളിലേക്ക് ചെല്ലാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ കറ്റാർവാഴ ഇതിൽ ചേരുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ആണ്. കറ്റാർവാഴ, കിവി, ഗ്രീൻ ടീ ധാരാളം ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് എന്നതിന് പുറമെ ഇതെന്ന് പറയുന്നത് നമുക്ക് ഹൈഡ്രേഷൻ അഥവാ ഈ കറ്റാർവാഴയിൽ ധാരാളം ജലാംശമൊക്കെ ഉള്ള ഒരു സാധനമാണ്. നമ്മള് ഈ ഡീഹൈഡ്രേഷൻ ഒക്കെ കുട്ടികൾക്കുള്ളത് മാറ്റുന്നതിന് ഒത്തിരി നല്ലൊരു സാധനമാണ് കറ്റാർവാഴപ്പോള എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സ്ട്രോബെറി, മുരിങ്ങയുടെ കാര്യം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സാധാരണ വൈദ്യത്തിൽ തന്നെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നീരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വലിയാൻ വേണ്ടിയിട്ട് മുരിങ്ങ ഇല അരച്ചിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് അരച്ചിട്ട് അവിടെ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നീര് വലിയാൻ നല്ലതാണ്. നമുക്കത് സ്വാഭാവികമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ മുരിങ്ങേന്റെ ഇല നമ്മളെ ഉള്ളിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിനുള്ള നീർക്കെട്ടൊക്കെ മാറ്റുന്നതിന്, എല്ലുകൾക്ക് നല്ലതാണ്, ആസ്മയ്ക്ക് നല്ലതാണ്. ഇപ്പം കുട്ടികളൊക്കെ പൊടി അടിച്ചു പോകുമ്പോൾ ഈ ആസ്മയ്ക്കൊക്കെ ഒത്തിരി നല്ലതാണ് ഇത് മുരിങ്ങ, സ്ട്രോബെറി എന്ന് പറയുന്നു. പിന്നെ മറ്റൊന്ന് ബ്ലാക്ക് കറന്റ്. ഇന്ന് കണ്ണട വെക്കാത്ത കുട്ടികൾ കുറവായിരിക്കും. കാഴ്ചശക്തിക്ക് ഏറ്റവും നല്ലൊരു സാധനമാണ് ബ്ലാക്ക് കറന്റ് എന്ന് പറയുന്നത്. പിന്നെ ക്രാൻബെറി എന്ന് പറയുന്നത് അത് അറിയപ്പെടുന്നത് തന്നെ വെള്ളം കൂടി കുറയുമ്പോൾ നമുക്കറിയാം UTI, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ക്രാൻബെറി അറിയപ്പെടുന്നത് തന്നെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രൂട്ട് എന്നുള്ള രീതിയിലാണ് ക്രാൻബെറിനെ അറിയപ്പെടുന്നത് തന്നെ. അപ്പം ഇങ്ങനെയുള്ള ഒരു കുറച്ച് സാധനങ്ങൾ. ഇനി സീബക്കത്രോണില് മറ്റൊന്ന് കൊണ്ടിട്ട് കൊളാജൻ അടങ്ങിയിട്ടുണ്ട്. കൊളാജൻ എന്തിനാണ്? നമ്മളെ എല്ലുകളെ ഇടയ്ക്ക് യോജിപ്പിക്കുന്ന കശേരുക്കൊക്കെ അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് കൊളാജൻ എന്ന് പറയുന്നത്. അത് കൊളാജൻ അടങ്ങിയ വേറൊരു സാധനമാണ്. നമ്മൾ ഈ ചിക്കനൊക്കെ മേടിക്കുമ്പോൾ ചിക്കന്റെ ആ ബോൺസിന്റെ ഇടയിലുള്ള ആ സംഭവം, അഥവാ ചിക്കന് നമ്മൾ സാധാരണ കറി വെച്ചാണ് കൂട്ടുന്നത്. സൂപ്പ് പോലെ വെക്കുമ്പോൾ നമ്മൾ ഒരു കുക്കറിൽ ഒരു 5-6 പ്രാവശ്യം നമ്മൾ അടിക്കുക, അഥവാ ജ്യൂസ് പോലെ ആക്കിയെടുക്കുക ചിക്കന്. ആ ചിക്കൻ ആക്കിയെടുക്കുമ്പോഴത്തേക്ക് അതിലെ മാക്സിമം കൊളാജന് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് നമുക്ക് എല്ലുകൾക്കും അതിന്റെ ജോയിൻസിനൊക്കെ വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു സാധനമാണ് കൊളാജൻ എന്ന് പറയുന്നത്. പിന്നെ ഈ കറ്റാർവാഴയും കിവിനെയും പറയുമ്പോൾ മറ്റൊന്നുണ്ട്, ഇമ്മ്യൂണിറ്റി സിസ്റ്റം നമ്മൾ കൂട്ടുന്നുണ്ട് കുട്ടികൾക്ക്. അപ്പം ഈ ഒരു 6-7 പ്രൊഡക്റ്റ് മാത്രം അതിൽ പഠിച്ചിരിക്കും. 21 കാണാതെ പഠിച്ച് അവിടെയൊന്നും പോകണ്ട. നമുക്കറിയാം തൈറോയ്ഡ് ഫംഗ്ഷനും ലിവർ ഫംഗ്ഷനും കിഡ്നി ഫംഗ്ഷനും ഒക്കെ ഉള്ള പറ്റുന്ന പ്രോഡക്ട്സ് ഇൻഗ്രീഡിയൻസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതൊന്നും പോയിട്ട് നമുക്കറിയാം തീരെ ചെറിയ കുട്ടികൾക്ക് കിഡ്നി പ്രോബ്ലം എന്ന് പറയുന്ന അഡൽസിനെ വെച്ച് നോക്കുമ്പോൾ വെരി റെയറാണ്. നമുക്കത് ഒന്നും അവിടെ പോയിട്ട് തൈറോയിഡും അതുപോലെ കുട്ടികൾക്ക് അധികം വരാറില്ല, നമ്മളൊരു ഏജ് കഴിഞ്ഞിട്ടാണ്. അപ്പൊ അതൊന്നും അവിടെ പോയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇത് മൊത്തം കാണാതെ പഠിക്കണം. അപ്പൊ ഇതിലെ ഒരു 6-7 ഇൻഗ്രീഡിയൻറ്റ് അവിടേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിലേക്ക് ബെറി ജ്യൂസ് എടുക്കാൻ പറ്റുന്നതാണ്. ഇനി ഈ ബെറി ജ്യൂസിന്റെ ഒരു കാര്യം പറഞ്ഞപ്പം ഞാൻ കുറച്ച് കേസുകളിലും പലരെ എക്സ്പീരിയൻസും ഇന്നലെ BOPക്ക് കോഴിക്കോട് വന്നപ്പം അവിടെയും 2-3 പേരെ എക്സ്പീരിയൻസിലും ഞാൻ കണ്ടൊരു കാര്യമാണ്, കഴിയുന്നതും ബെറി ജ്യൂസ് 50 വയസ്സ് കഴിഞ്ഞവരിൽ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. കാരണം 50 വയസ്സ് കഴിയുന്നത് എന്ന് പറയുന്നത് ശരിക്കും ഒരു 40 കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം എന്തൊക്കെ പറഞ്ഞാലും ലൈഫ് സ്റ്റൈൽ ഡിസീസസിൽ ഒരു കണക്കെടുപ്പിൽ കേരളത്തിലെ ജനത എന്ന് പറയുന്നത് 40% അതിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുന്നവരാണ്. അതുപോലെ നമ്മൾ 3.5 കോടിയിൽ 1.5 കോടി ജനങ്ങൾ ഡയബറ്റിക് ആണെന്ന് പറഞ്ഞാലും ബാക്കിയുള്ള കണക്കെടുപ്പിലാണ് 40% അതിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുന്നത്. അഥവാ ഒരു 3-2% ഡയബറ്റിക് ആണ്. അഥവാ പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ നിൽക്കുന്ന എത്രയോ പേരുണ്ട്, നമുക്ക് അറിയത്തില്ല. അപ്പൊ അവർക്ക് ബെറി ജ്യൂസ് കൊടുത്തു കഴിയുമ്പോൾ അത് empty സ്റ്റൊമക്കിലാണ് നമ്മൾ എടുക്കാൻ പറയുന്നത്. empty സ്റ്റൊമക്കിൽ നമുക്കറിയാം എന്ത് സാധനം എടുത്താലും നമ്മളെ ബോഡി അത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. ഒരു മരുഭൂമിയിലേക്ക് വെള്ളം ഒഴിക്കുന്നത് എങ്ങനെയോ അത് വലിച്ചെടുക്കുന്നത് എങ്ങനെയോ അതുപോലെയാണ് നമ്മളെ ബോഡി. അപ്പം അത് പലരിലും ഡയബറ്റിക് പ്രീ ഡയബറ്റിക് ആയിട്ടിരിക്കുന്ന പലരിലും HbA1c ചെയ്ത് കഴിഞ്ഞപ്പം അത് കൂടുതൽ ഹൈ ലെവലിലേക്ക് കണ്ടതായിട്ടും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം ഇനി HB ഒക്കെ കുറവുള്ളവർക്കാണെങ്കിൽ ഈ ബെറി ജ്യൂസ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളൊരു 30 ml empty സ്റ്റൊമക്കിൽ എടുക്കുന്നതിന് പകരം അത് കഴിഞ്ഞിട്ടുള്ള നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റും ലഞ്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ഇടവേളയിൽ ഒരു 10 ml മാത്രം വെച്ചിട്ട് എടുക്കാൻ മാത്രമേ പറയാവുള്ളൂ. കാരണം അതെന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്, മറ്റുള്ളവർക്ക് എങ്ങനെയാണ് എന്ന് അറിയത്തില്ല. കാരണം ഒരു 3-4 പേര് HbA1c ചെയ്ത് കുറച്ച് ഹൈ ലെവല് കാണിച്ചിട്ടുണ്ട്.
അപ്പം അത് 3-4 പേരിൽ ഒരാൾ ഞാനും ഉണ്ട്. കുറച്ചൊരു കൂടിയിട്ടുണ്ട്. ഞാൻ ബെറി ജ്യൂസ് കഴിച്ചോണ്ട്. അപ്പം അതുകൊണ്ട് അതിലൊന്ന് ശ്രദ്ധിക്കുക. അതിൽ കൂടുതൽ അഡൽട്ടിൽ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യേണ്ടത് നമ്മുടെ മോർ പവർ ആണ്. ഇപ്പൊ ബെറി ജ്യൂസിന്റെ ഈ സെക്ഷൻ കഴിഞ്ഞിട്ട് അടുത്തത് മോർ പവർ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അതിന്റെ അനന്ത സാധ്യത എന്ന് പറയുന്നത് ഈ 1.5 കോടി ജനങ്ങൾ ഡയബറ്റിക് എന്ന് പറയുമ്പോഴത്തേക്കും ഡയബറ്റീസിന് പറ്റിയ പല ഇൻഗ്രീഡിയൻസും ഇന്ന് മോർ പവറിലുണ്ട്. അപ്പം നേരത്തെ ബെറി ജ്യൂസിൽ ചില കാര്യങ്ങൾ മാത്രം പഠിച്ചു പോവുക എന്ന് പറയുന്നത് ഇന്ന് ഏത് വീടെടുത്താലും ഒരു മിക്ക വീട്ടിലും ഒരു ഡയബറ്റിക്കാരുണ്ടാവും. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയബറ്റിക്സിന് ഇത് നല്ലതാണ് എന്ന് പറയുമ്പോൾ മിക്കവാറും ചില സിനിമ ഇന്നസെന്റ് പറയുന്ന കുറെ കേട്ടിട്ടുണ്ട് എന്നേ പറയുള്ളൂ. പക്ഷെ അത് ആദ്യം ആ ഒരു ഡയബറ്റീസിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു കഴിയുമ്പം അവർ അത്ര ഉൾക്കൊള്ളില്ല. പക്ഷെ പൊതുവെ ഡയബറ്റിക്കാര് അല്ലെങ്കിൽ ഇതേപോലെ പല പ്രശ്നങ്ങളുള്ളവരും ഡയബറ്റിക്കിന്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് എന്താണ്? ഇത് കാഴ്ചക്ക് മങ്ങലേക്കുന്നു, കിഡ്നിക്ക് പ്രശ്നം വരുന്നു, ക്ഷീണം വരുന്നു, ജോയിന്റ്സിൽ പെയിൻ വരുന്നു. അത്ര എന്ന് പറയുമ്പോ എന്താണ്? ഡയബറ്റിസ് എന്ന് പറയുന്നത് നമ്മളെ നെർവസ് സിസ്റ്റത്തെ നന്നായിട്ട് ബാധിക്കുന്ന ഒരു അസുഖമാണ്. ഞാന് എപ്പോഴും ഒരു ഉദാഹരണം പറയുന്നത്, നമ്മള് വയലൊക്കെ ഇച്ചിരി നികത്തി വാഴ നട്ടു കഴിയുമ്പോൾ ഒരു വലിയ മഴ വന്ന് ഒരു മാസം ആ വാഴത്തോട്ടത്തിൽ വെള്ളം കയറി നിന്നാൽ എന്താണ് സംഭവിക്കാം? പതുക്കെ വാഴയുടെ പോളയൊക്കെ ചീഞ്ഞ് വാഴ മൊത്തം ചീഞ്ഞ് നശിച്ചു പോകും. ഡയബറ്റിക് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയാണ്. ഒരു 3-4 മാസം ഒരു വാഴത്തോട്ടത്തിൽ വെള്ളം കയറി കിടക്കുന്ന പോലെയാണ്. നമ്മുടെ തല തൊട്ട് പെരുവിരലിന്റെ അറ്റമുള്ള സെല്ലുകൾ വരെ നശിപ്പിക്കുന്ന ഒരു അസുഖം എന്ന് പറയുന്നതാണ് ഡയബറ്റിക് എന്ന് പറയുന്നത്. അപ്പൊ അത് ഈ നെർവസ് സിസ്റ്റത്തിന് ബാധിക്കുന്നുണ്ട്. നമുക്കറിയാം ഡോക്ടർ രാജു ഒക്കെ ഡയബറ്റിക് ന്യൂറോപ്പതി ഒക്കെ ബാധിച്ചിട്ടും അതേപോലെ തന്നെ റെറ്റിനോപ്പതി ഒക്കെ ബാധിച്ചിട്ട് ഒരു സൈഡ് ഒരു പാരലൈസ്ഡ് പോലെയായത്, 2 കണ്ണിന് കാഴ്ച ഭാഗികമായിട്ട് നഷ്ടപ്പെട്ടു എന്നൊക്കെ എത്രയോ എക്സ്പീരിയൻസ് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം നമുക്ക് കോമൺ ആയിട്ട് ഇത്ര കാര്യം അറിയത്തുള്ളൂ. പക്ഷെ ഡയബറ്റിക്കാര് ഇതിലും കാര്യമായിട്ട് നേരിടുന്ന, ഡയബറ്റിക്കാര് മാത്രമല്ല ഒരുപക്ഷെ അവരെ ഫാമിലി കൂടെ നേരിടുന്ന മറ്റൊരു വലിയൊരു ഇഷ്യൂ ഉണ്ട്. പക്ഷെ ഇത് ഇവർക്ക് കോമൺ ആയിട്ട് ഒരു പുറത്ത് പറയാൻ, ഈവൻ ഡോക്ടേഴ്സിനോട് പോലും പറയാൻ വേണ്ടിയിട്ട് അവർക്ക് ഭയങ്കര മടിയാണ്. കാരണം അതെന്താണ്? അവര് നേരിടുന്ന മറ്റൊരു വലിയൊരു പ്രശ്നമാണ് സെക്ഷൽ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പൊ ഈ സെക്ഷൽ പ്രോബ്ലം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിൽ പലർക്കും ഒരു 80-90% പേർക്കും അയ്യേന്നൊരു വെക്കലോ അല്ല അതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ഒരു മടിയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ ഒരു നാണക്കേടോ ഒക്കെയാണ്. പക്ഷെ ശരിക്കും നമ്മളെ സിസ്റ്റങ്ങളിൽ ഉള്ള ഒരു സിസ്റ്റം തന്നെയാണ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. എല്ലാരും പറയും കാർഡിയോളജി സിസ്റ്റം അല്ലെ കാർഡിയോ സിസ്റ്റം ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയും റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കാരണം അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഓരോരുത്തരും ഇന്ന് ഇവിടെ ഇരിക്കുന്നത്, ഈ സൂമിൽ ഇരിക്കുന്നത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉള്ളതുകൊണ്ട് മാത്രമാണ്. അപ്പൊ അതിനെക്കുറിച്ചും പറയാൻ ഒരു മടിയോ ചമ്മലോ നാണത്തിന്റെയോ ഒരു ആവശ്യമില്ല. കാരണം അതും നമ്മളെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്, നമുക്ക് അത്യന്താപേക്ഷിതമാണ്. പ്രത്യേകിച്ച് ഒരു ഫാമിലി ലൈഫിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ ഡയബറ്റിക് പേഷ്യൻസിന് ഇത് നെർവസ് സിസ്റ്റത്തെ ബാധിക്കുമ്പോൾ ഇത് ഇവരെ ദാമ്പത്യത്തെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ പലയിടത്തും ഇത് തകരാറിലാവുന്നുണ്ട്. അപ്പൊ ഈ ഡയബറ്റിക്കിന് എന്തൊക്കെ പറ്റും? നമുക്ക് പറയാം, ഡയബറ്റിക് പേഷ്യൻസിന് ശതാവരി നമ്മളെ മോർ പവറിൽ ചേരുന്ന ഒരു പ്രധാന ഒരു ഇൻഗ്രീഡിയൻസ് ആണ്. ഡയബറ്റിക് കൺട്രോൾ ചെയ്യാൻ ഇൻഫെർട്ടിലിറ്റി ഇൻഫെക്ഷൻ ഒക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശതാവരി കഴിഞ്ഞ ഒത്തിരി നല്ലതാണ്. പിന്നെ മറ്റൊന്നാണ് തങ്കഭസ്മം. തങ്കഭസ്മം എന്ന് പറയുന്നത് ഡയബറ്റിക്കിനും മാത്രമല്ല UTI യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന് നല്ലതാണ്. അപ്പൊ ഈ മോർ പവർ ഭയങ്കര വിലയാണല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ബാങ്ക് മാനേജർ വീട്ടിൽ ചെന്നപ്പോൾ തങ്കഭസ്മ എന്ന് പറഞ്ഞപ്പം അവരെ അമ്മ, അതാ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ എല്ലാവർക്കും അറിയണമെന്നില്ല. മോളെ എന്താണ് തങ്കഭസ്മ എന്ന് ചോദിച്ചപ്പം അവിടുന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങുന്നത്, അമ്മ അത് ഇങ്ങനെ ഗോൾഡ് പ്രോസസ്സ് ചെയ്യുമ്പോൾ അത് ചെയ്യുന്ന ഒരു പ്രോസസ്സിലൂടെ എടുക്കുന്ന ഒരു സാധനമാണ്, അതിന് നല്ല വിലയാണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയാം നല്ല വിലയുള്ള ഒരു സാധനമാണ്, അതുകൊണ്ടാണ് ഈ പ്രൊഡക്റ്റിന് വില. ഇപ്പോഴത്തെ ഗോൾഡിന്റെ വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. അപ്പൊ ഇത് നമുക്ക് ഈ ഡയബറ്റീസിനും UTIക്കും ഒത്തിരി നല്ല സാധനമാണ് തങ്കഭസ്മ എന്ന് പറയുന്നത്. അതുപോലെയാണ് ടിനോഫോൾ എന്ന് പറയുന്ന കണ്ടന്റ് അഥവാ ചിറ്റാമൃത് എന്ന് ഒരുവിധപ്പെട്ടവരൊക്കെ കേട്ടിട്ടുണ്ടാവും. ഡയബറ്റിക്കിനുള്ള മറ്റൊരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഈ ചിറ്റാമൃത് എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു ഡയബറ്റിക് പേഷ്യൻസിനോട് പറയുമ്പോൾ കുറച്ച് ഇതൊക്കെ ചേർന്നിട്ടുണ്ടല്ലോ, എന്നാലും ഇങ്ങനെ കുറെ കേട്ടിട്ടുണ്ട്.
എന്നിട്ടും വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അവരിലേക്ക് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. നിങ്ങൾക്ക് ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാനുള്ള പ്രോഡക്റ്റുകളുണ്ട്. ആ പ്രോഡക്റ്റുകൾ എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാരെ മുഖം വിടരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാരണം അവര് എത്രമാത്രം സഫർ ചെയ്യുന്നുണ്ടെന്നുള്ളത്, അല്ലെ പുറത്തു പറയാൻ മടിക്കുന്നുണ്ട്. അത് നമ്മുടെ സ്വന്തം ഇണയോട് അതെങ്ങനെ തുറന്നു പറയുമെന്ന് മടിക്കുന്ന എത്രയോ പേരുണ്ട്. അപ്പം അതിൽ തന്നെ പുരുഷന്മാർക്ക് അവരെ ഒരു ഭാര്യയോട് ഇത് പറയുമ്പോ, അല്ലെങ്കിൽ ഇത് അറിയുമ്പോ, എനിക്കൊരു കഴിവ് കുറഞ്ഞു എന്ന് പറയുമ്പോ നമ്മൾ പൊതുവെ പറയും എന്റെ ആണത്വം കുറയുവാണോ, അങ്ങനെ ഒരു ചിന്ത പൊതുവെ വരുന്നുണ്ട്. അതൊക്കെ പുറത്തു പറയാൻ, അല്ലെ ഇതിനെന്ത് സൊല്യൂഷൻ എന്ന് നോക്കി നടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം ഈ ഒരു ഇതും ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാണ്. ഇതേപോലെ തന്നെ കൂടെ വർക്ക് അസോസിയേറ്റ് വർക്ക് ചെയ്യുന്ന, ഇത് പഠിക്കാത്തതിന്റെ ഒരു പ്രശ്നമാണ്. കാരണം നമ്മുടെ ബെറി ജ്യൂസ് ഒരു ദിവസം എന്നോട് പറഞ്ഞു, മൈലേജ് സ്റ്റൈലിൽ ഒരാള് ബെറി ജ്യൂസ് തന്നു, എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. ഞാൻ ചോദിച്ചു എത്ര ഇൻഗ്രീഡിയൻസ് ഉണ്ട്, 15 എങ്ങാണ്ടാ പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ മൊത്തം കേട്ടിരുന്നു. എത്ര വിലയായിരുന്നു, 3850 രൂപയാണ്. പക്ഷെ എനിക്ക് 3150 രൂപയ്ക്ക് തന്നു എന്ന് പറഞ്ഞു. എങ്ങനെ തന്നു? അത് ഐഡിയ അടിക്കണേ 3150 തരാൻ പറ്റൂ എന്ന് പറഞ്ഞു. ഓരോരുത്തരുടെ ബിസിനസ് നേക്കാണത്, അത് നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ദേഷ്യവും സങ്കടവും വന്നു. ഞാൻ അപ്പൊ ചോദിച്ചു, ഈ ബയോട്ടോറത്തിൽ ബെറി ജ്യൂസ് ഉള്ളത് അറിയാമോ എന്ന് ചോദിച്ചു. ഉണ്ട്, അതിൽ എത്ര ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് ചോദിച്ചു. അതറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 21 ഇൻഗ്രീഡിയൻസ് ഉണ്ട്, ഇതിന്റെ വില എത്രയാന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നേരത്തെ 4400, ഇപ്പൊ 4800 നമുക്ക് ബെറി ജ്യൂസ് കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ റീപർച്ചേസിൽ നമുക്ക് 1600 രൂപയ്ക്ക് ബെറി ജ്യൂസ് കിട്ടുമ്പോൾ ആ ബെറി ജ്യൂസ് 3250 രൂപയ്ക്ക് വിൽക്കാം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചു. ആണോ, എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇത് തന്നെയാണ് നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. നമ്മളെ അസോസിയേറ്റ് ചെയ്ത്, നമ്മളെ കൂടെ അസോസിയേറ്റ് ചെയ്ത് വരുന്നവര് എത്ര പേർക്ക് ഇതിന്റെ വില എത്രയുണ്ട്, അതേപോലെ തന്നെ റീപർച്ചേസിൽ എത്രയിന് കിട്ടും, ഇത് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും, PV മാച്ചിങ് ആകുമ്പോ എത്ര രൂപ കിട്ടും, ഇതൊക്കെ എന്ന് പറയുന്നത് ഇപ്പോഴും അറിയത്തില്ല എന്നുള്ളത് ഭയങ്കര സങ്കടകരമായ ഒരു കാര്യമാണ്. എന്റെ കൂടെ വർക്ക് ചെയ്ത ഒരു ലേഡി ഇൻഡസ് വിവയില് 42 ബെറി ജ്യൂസ് വിറ്റിട്ടാണ് തായ്ലൻഡിന് പോയത്. നമ്മളിപ്പോഴും ചിന്തിക്കും ബെറി ജ്യൂസ് അല്ലെങ്കിൽ മോർ പവർ അല്ലെങ്കിൽ ഗീ ആരെങ്കിലും എടുക്കോ, ഇത്രയും വിലയല്ലേ. നമ്മളെ കോൺഫിഡൻസ് ഇല്ലാതെയാണ്. നമ്മൾ തന്നെയാണ് ആദ്യം മാറേണ്ടത്. കാരണം നമ്മൾ വിചാരിക്കണം ഇത് ആരെങ്കിലും എടുക്കുമെന്ന്. 42 ബെറി ജ്യൂസ് ഒരു മാസം ഇൻഡസ് വിവയിലുള്ള ഒരു ആൾക്ക് വിൽക്കാൻ പറ്റുമെങ്കിൽ നമ്മളെ ബെറി ജ്യൂസ് നമുക്ക് വിൽക്കാൻ പറ്റില്ലേ? അത് വിറ്റതിന് ശേഷമാണ് തായ്ലൻഡിന് പോയതും. നമുക്കറിയാം ഒരു ഇൻഡസ് വിവയിലും മൈലേജ് സ്റ്റൈലിലും ഒക്കെ എത്രമാത്രമാണ് വരുമാനം എന്നുള്ളത്. ഇൻഡസ് വിവ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എപ്പോഴും ഇത് ഇടുമ്പോ പറയും നിങ്ങൾക്ക് 30,000 രൂപ നേടാന്നൊക്കെ പറഞ്ഞാണ് അഭിമാനത്തിലിടുന്നത്. നമ്മൾ ഒരു കട്ട് ഓഫിൽ തന്നെ നമുക്ക് എത്ര രൂപ നേടാൻ പറ്റും എന്നുള്ളത് ഇപ്പോഴും അറിയത്തില്ല പലർക്കും. അപ്പൊ ഞാൻ പിന്നെയും ഇതിലേക്ക് വരികയാണ്. ഇതില് നമ്മളെ മോർ പവറിൽ നമുക്ക് സ്റ്റാമിന കിട്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? അതില് പലർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും നായ്ക്കരണ പരിപ്പ് എന്ന് പറയുന്നത്. ഈ നായ്ക്കരണം എന്ന് പറയുന്നത് എനർജി, ലിബിഡോ കൂട്ടുന്നുണ്ട്. അതേപോലെ തന്നെ മെയിൽസിനും ഫീമെയിൽസിനും ഒരേപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് അവർക്ക് സെക്ഷൽ ആക്ടിവിറ്റീസ് കൂട്ടുന്ന ഒരു സാധനമാണ് നായ്ക്കരണ പരിപ്പ് എന്ന് പറയുന്നത്. ശരിക്കും ആ ഒരു നായക്കരണ കൃഷി കൊണ്ട് മാത്രം കണ്ണൂരിൽ കോടികൾ ഉണ്ടാക്കിയ ഒരു കർഷകനുണ്ട്. കണ്ണൂരുകാർക്ക് ചിലപ്പോൾ അറിയായിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം അതിന്റെ ഒരു വീഡിയോ ഉണ്ട്. അപ്പം നായക്കരണം എന്ന് പറഞ്ഞിട്ടുണ്ട് കൃഷി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന്റെ പൂ തൊട്ട് തന്നെ ചൊറിച്ചിലാണെന്നാ പറയുന്നത്. പക്ഷെ അതിലെ ഉള്ള ഒരു ഇൻകം, അതിന്റെ ഒരു ഡിമാൻഡാണ് ആ ഒരു കൃഷിയിൽ അവർക്ക് അത്രയ്ക്ക് വരുമാനം മേടിച്ചു കൊടുത്തതെന്ന് പറയുന്നു. അപ്പം ഈ ലിബിഡോ വർദ്ധിപ്പിക്കും എന്ന് പറയുമ്പോൾ ലിബിഡോ എന്താണ് ആദ്യം അതിന്റെ മീനിങ് അറിയണം. ലിബിഡോ എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ആണുങ്ങൾക്ക് പ്രത്യേകിച്ച് ഉദാഹരണം നടക്കുന്ന ഒരു പ്രശ്നമാണ്. ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത് ഡയബറ്റിക്. ഉദാഹരണം നടക്കുന്ന എന്താണ്, നമ്മളെ അവിടേക്കുള്ള നേർവ്സിന് ഇത് ബലക്ഷയം വരുമ്പോഴത്തേക്കും ഉദാഹരണം നടക്കത്തില്ല. അതേപോലെ തന്നെ നമ്മളെ മാഗ്നറ്റിക് പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ സർക്കുലേഷൻ പ്രോപ്പറായിട്ട് വരുന്നു എന്നുള്ളത് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞ് പതുക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മളെ മാഗ്നറ്റിക് പ്രോഡക്റ്റ് അവരവിടെ എടുക്കും. അങ്ങനെയാണ് മാഗ്നറ്റിക് പ്രോഡക്റ്റ് നമുക്ക് അവിടേക്ക് ആ വീടുകളിലൊക്കെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റാം. അതേപോലെ തന്നെ സഫേദ് മുസ്ലിം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് മുസ്ലിം പവർ എക്സ്ട്രാ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ്. അത് ഇഷ്ടം പോലെ ആൾക്കാർ മേടിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്.
സഫേദ് മുസ്ലിന്റെ ഒരു കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇംപ്രൂവ്മെന്റ് സെക്ഷുവൽ പ്രോബ്ലംസ്, ലോ സ്പേം ഉള്ളതിനെ അതിന്റെ കൗണ്ട് കൂട്ടുന്നുണ്ട്, അതുപോലെ സ്പേമിന്റെ മോട്ടിലിറ്റി കൂട്ടുന്നുണ്ട്, അതേപോലെ തന്നെ ലോ വോളിയം അഥവാ സെമനിന്റെ ക്വാണ്ടിറ്റി വർദ്ധിപ്പിക്കുന്നുണ്ട്, അതുപോലെ സ്പേമിന്റെ ഷേപ്പ് അബ്നോർമൽ ആയിട്ടുള്ള ഷേപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്, സ്പേം പ്രൊഡക്ഷന് സഹായിക്കുന്നുണ്ട്, അതേപോലെ സെക്ഷൽ സ്റ്റിമുലേറ്റിങ്ങിന്, ബൂസ്റ്റിങ്ങിന്, ലിബിഡോ വർദ്ധിപ്പിക്കാനും, അങ്ങനെ നിരവധി ഗുണങ്ങളാണ്. അതുപോലെ ഇലക്ട്രിക് ഡിസ്ഫങ്ഷന്, പിന്നെ സ്റ്റിമുലേറ്റ് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ഹോർമോൺസ്, ഇതിന് വേണ്ടുന്ന ഒരു സാധനമാണ് സഫേദ് മുസ്ലിം എന്ന് പറയുന്നത്. അത് എത്ര പേര് ഇത് പറയുന്നുണ്ട്, അല്ലെ എത്ര പേർക്ക് ഇത് പറയാനുള്ള ഒരു ധൈര്യമുണ്ട്, അല്ലെങ്കിൽ ഒരു ചമ്മലോ മടിയില്ലാതെ എങ്ങനെ നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റും? ഇന്ന് ഇൻഫെർട്ടിലിറ്റി ഉള്ള എത്രയോ പേര് യൂത്ത് തന്നെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ അവരോട് അതേക്കുറിച്ച് പറയാന് നമുക്ക് ഒന്ന് ഇതിനെ കുറിച്ച് ഒരു കുറഞ്ഞ കുറെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ ബീജാബാൻഡ് സ്പേം കൗണ്ടിന് കൂടുന്നതാണ്, പിന്നെ സ്ട്രെങ്ത് കൂട്ടുന്നതാണ്, പിന്നെ നമ്മുടെ നേർവ്സിനെ സ്ട്രെങ്തനിങ് ചെയ്യുന്നത് നല്ലതാണ്, മസിൽസിന് ബലം നൽകുന്ന നല്ലൊരു സാധനമാണ്. അപ്പം അത് അറിഞ്ഞിരിക്കുക. അതുപോലെ സലാം പഞ്ച എന്ന് പറയും, മെയിൽ ഇൻഫെർട്ടിലിറ്റിക്ക്, സ്പേം ക്വാളിറ്റി ഉള്ള സ്പേമിന് ഇമ്പോർട്ടൻസ് അഥവാ വന്ധ്യതയ്ക്ക് നല്ലതാണ്, പിന്നെ സ്പേമിന്റെ കൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ബമാൻ സഫേദ് അത് ലിബിഡോ വർദ്ധിപ്പിക്കാൻ നല്ലതാണ്, സ്റ്റാമിന വർദ്ധിപ്പിക്കാൻ നല്ലതാണ്, ഡയബറ്റിസിന് നല്ലതാണ്, സെക്ഷുവൽ പെർഫോമൻസിന് നല്ലതാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു 6-7 ഇൻഗ്രീഡിയൻസ് അഥവാ സെക്ഷുവൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സ്പേം കൗണ്ടിന്, അതും അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് അഥവാ വന്ധ്യതയ്ക്ക് അത് ഈ ആക്ടിവിറ്റീസിന്, സ്ട്രെങ്തനിങ്ങിന്, സ്റ്റാമിനയ്ക്കുള്ള സാധനം ഒരു 5-6 ഉള്ളൂ. അത് മോർ പവറിൽ നിങ്ങൾ പഠിച്ചിരിക്കുക. അതിൽ 2-3 ഉണ്ട്. ഡയബറ്റിക്കിന് ഏറ്റവും നല്ല പ്രൊഡക്റ്റ് എന്ന് പറയുന്നു. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. നിങ്ങൾ ഒരു വീട്ടിൽ കൊണ്ടുപോയി ഇത്ര മാത്രം പറഞ്ഞാൽ മതി, മോർ പവർ നിങ്ങൾക്ക് ഈസി ആയിട്ട് അവിടെ സെയിൽ ചെയ്യാൻ പറ്റും. ആ മോർ പവർ വഴി തന്നെ അവരോട് പറയുക, നമ്മളെ മാഗ്നറ്റിക് പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ സർക്കുലേഷൻ കൂട്ടും. സർക്കുലേഷൻ കൂട്ടുമ്പോൾ എന്താണ്, ശരിക്കും പറയുകയാണെങ്കിൽ ഇത് കഴിക്കുന്നതിനോടൊപ്പം ഈ സർക്കുലേഷൻ പ്രോപ്പറായ രീതിയിൽ നടക്കുമ്പോഴത്തേക്കും അവിടെ ഉദാഹരണം നടക്കുന്നുണ്ട്. ഡയബറ്റിക് പേഷ്യൻസിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേർവ്സ് വീക്ക് ആയിരിക്കും. അപ്പം അതിനെയൊക്കെ എനർജറ്റിക് ആവുന്നു എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് അവര് ആ ഒരു പ്രോഡക്റ്റ് കൂടി എടുക്കാൻ നമ്മൾ എടുത്തത് ഓട്ടോമാറ്റിക് എടുത്തു പോകും. ഇനി മറ്റൊരു പ്രോഡക്റ്റ് ആണ് ഞാൻ പറഞ്ഞു അന്ന് ഗീ എടുത്തു എന്ന് പറഞ്ഞവര്. ഗീ എന്ന് പറയുമ്പം നെയ്യ് അതെന്ത് എന്ന് ചോദിക്കും. ഗീനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആദ്യം പറയാണ്, അഡൽട്സ് ശരിക്കും കൊളസ്ട്രോൾ ചെക്ക് ചെയ്തിട്ട് 200 അബോവ് കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഗീ അധികം അവർക്ക് പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. അഡൽട്സിന് ഗീയും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വിഭാഗം എന്ന് പറയുന്ന കുട്ടികളാണ്. നമ്മള് പീഡിയാട്രീഷ്യൻസിന്റെ അടുത്തൊക്കെ പോകുമ്പോൾ ചിലപ്പോ അവര് പണ്ടൊക്കെ എന്നോട്, എന്റെ മോക്കൊക്കെ എന്നും ഓരോ സ്പൂണ് നീ ഗീ വെറും വയറ്റിൽ കൊടുക്കുമെന്ന് പറയും. കാരണം ഗീ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒത്തിരി നല്ലതാണ്. വൈറ്റമിൻ എ, ഡി, ഇ, കെ ഗീയിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നല്ലൊരു ബെറ്റർ ന്യൂട്രിയന്റ് ആണ്. പിന്നെ നമ്മളെ ഇൻഡസ്റ്റൈൻ, നമ്മളെ കുടലിലും ആമാശയത്തിലും ഒക്കെ ഉള്ള ഇൻഫ്ലമേഷന് കുറയ്ക്കും. നമ്മള് ഈ എരിവുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പം അതുപോലെ കുടലുകളിലൊക്കെ വരുന്ന കൊച്ചും മുറിവുകൾ, അതേപോലെ പുണ്ണ് പോലത്തെ ഉള്ളതിനൊക്കെ ഒക്കെ ഹീല് ചെയ്യാൻ വേണ്ടിയിട്ട് ഗീ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ഇമ്മ്യൂണിറ്റിനെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. ധാരാളം മിനറൽസ് ഉണ്ട്, ആന്റി ഓക്സിഡൻസ് അടങ്ങിയ ഒരു സാധനമാണ് ഗീയും. അതുപോലെ ഡൈജഷനെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറയും ഗീ കഴിച്ചിട്ടുണ്ടെങ്കിൽ വണ്ണം വെക്കും എന്നുള്ളത്, പക്ഷെ വെയിറ്റ് മാനേജ്മെന്റിന് നല്ലൊരു സാധനമാണ് ഗീ എന്നുള്ളത് പലർക്കും അറിയത്തില്ല. അപ്പം ഈ ഒരു സാധനങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഒരു കുട്ടികൾ വഴി നമുക്കൊരു വീടുകളിലേക്ക് കയറി പറ്റാവുന്നതാണ്. ആ ഒരു പ്രൊഡക്റ്റ് വഴി തന്നെ നമ്മളെ മാഗ്നറ്റിക് പ്രോഡക്റ്റ് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിത് 10ാം ക്ലാസ്സിലെ കുട്ടികളെ കണക്ക് മാത്രമാണ് പറയുന്നത്. ഒരു വർഷം കുറഞ്ഞത് ഒരു 12 ലക്ഷത്തോളം പല CBSE കേരള സിലബസ് ഒക്കെ ആയിട്ട് പഠിച്ചിറങ്ങുന്നു. ഇന്ന് നമുക്കറിയാം 10ാം ക്ലാസ്സിലെയും +2ലെയും പ്രിപ്പറേഷൻ തുടങ്ങുന്നത് 10th മാത്രമല്ല, ഒരു 8th സ്റ്റാൻഡേർഡിന് തന്നെ തുടങ്ങുന്നുണ്ട്. അപ്പം നമുക്ക് അത് തൊട്ടുള്ള കുട്ടികളെ നമ്മളൊന്ന്
കണ്ടുവച്ചിട്ടുണ്ടെങ്കിലും അവരെ വീടുകളിൽ ഇതിന്റെ ഒരു സാധ്യത പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് 4 വർഷം കൊണ്ട് 40 ലക്ഷത്തോളം എന്ന് പറയുന്നത് ഒരു 2 വർഷം കൊണ്ട് തന്നെ ഒരു 40 ലക്ഷത്തോളം പ്രൊഡക്റ്റുകൾ നമുക്ക് പോകും. നമ്മളത് മാഗ്നറ്റിക് പ്രൊഡക്റ്റിന്റെ കാര്യം മാത്രമാണ് പറയുന്നത്. നമ്മളെ ഈ ബെറി ജ്യൂസ്, മോർ പവർ, അതേപോലെ ഗീ പോലെയുള്ള പ്രൊഡക്റ്റുകളും പോകും. ഇതിന്റെ ഗുണം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ആയിരിക്കും. ഗീനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഗീ എന്ന് പറയുന്നത് ചൂടായി നമ്മൾ ഒരിക്കലും പ്രോസസ്സ് ചെയ്ത് വരുന്ന ഒരു സാധനമാണ്. അപ്പൊ എപ്പോഴും അതിന്റെ ഗുണം നന്നായിട്ട് കിട്ടുക എന്ന് പറയുന്നത് ഗീ അതുപടി കഴിക്കുമ്പോഴാണ്. നമ്മളെപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തിയിൽ തേച്ച് കഴിക്കുക, അതിൽ തേച്ച് കഴിക്കുക, ഇതിൽ തേച്ച് കഴിക്കുക. അതൊക്കെ തേച്ച് കഴിക്കാൻ നല്ലതാണ്. എങ്കിലും ഗീനെ നമ്മൾ അതുപടി തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ അത് അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങനെ തന്നെ പറയാൻ വേണ്ടി ശ്രദ്ധിക്കും. അപ്പം എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് അറിവുകൾ, കാര്യങ്ങൾ, എക്സ്പീരിയൻസ് ഒക്കെയാണ് ഞാനിപ്പോ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്കും പല എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും, എങ്ങനെയാണെന്ന് അറിയത്തില്ല. എങ്കിലും ഇത്ര നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഞാൻ നല്ലൊരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നൈന മാഡത്തിലേക്ക് കൈമാറുകയാണ്. ജയ് ഈ ബയോട്ടോറിയം. താങ്ക് യു മാഡം. ഇപ്പൊ ഇത്തിരി കുറഞ്ഞ സമയം കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മാഡം പറഞ്ഞു തന്നു. ഇനിയും ഇത്തരത്തിലുള്ള അറിവുകളുമായിട്ട് മാഡം ഇനിയും 6am ക്ലബിലേക്ക് വരിക. പിന്നെ നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലോസിംഗ് സെക്ഷനിലേക്ക് കടക്കാം. നമ്മുടെ മനോജ് സാർ ഉണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം നമ്മുടെ ഈ ക്ലോസിംഗ് സെക്ഷനിലേക്ക് എല്ലാ പ്രാവശ്യവും, കാരണം നമ്മുടെ ഈ ബയോട്ടോറിയം നെഞ്ചോട്ട് ചേർത്ത് നമ്മുടെ ഒത്തിരി കാര്യങ്ങൾ ഈ ബയോട്ടോറിയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സാറ് നമുക്ക് ഒരുപാട് അറിവുകൾ തരുന്നുണ്ട്. ഈ ബയോട്ടോറിയത്തിന്റെ KBCയുടെ നെടുന്തൂണായിട്ടുള്ള നമ്മുടെ 10 മാസം കൊണ്ട്, വെറും 10 മാസം കൊണ്ട് നമ്മളെപ്പോഴും പറയൂല്ലേ, ഇതെങ്ങനെ സാധിച്ചു എന്നുള്ളത്, ഇതുവരെ ബ്രേക്ക് ചെയ്യാൻ ആർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത് റെക്കോർഡാണ് സാറ് സൃഷ്ടിച്ചിരിക്കുന്നത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗില് ഈ ഒരു 10 മാസം കൊണ്ട് നമുക്കറിയാം ഒരുപാട് കോടീശ്വരന്മാരെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ വെറും 10 മാസം കൊണ്ട് 1 കോടി നേടുകയും ഇപ്പൊ 4.5 കോടിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ള നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള മനോജ് സാറിനെ ഈ ഒരു ക്ലോസിംഗ് സെഷനിലേക്ക് ഹാർദവമായി ക്ഷണിക്കുന്നു. വെൽക്കം മനോജ് സാർ. ഓക്കെ, താങ്ക് യു സോ മച്ച് നയന മാഡം. ഞാൻ വീഡിയോ ഓൺ ചെയ്യുന്നില്ല, തിരക്കിലാണ്, പോകാനുണ്ട്. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്, എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരിടാൻ. നമ്മളെല്ലാം പ്രിയങ്കരിയായ ഗ്രേറ്റ് ലീഡർ ബീന മാഡം ആണ് നമ്മളായിട്ട് സംവദിച്ചത്. ബീന മാഡത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാം. മാഡം ഇവിടെ നൈന മാഡം പരിചയപ്പെടുത്തി. ഒരു 10-25 വർഷമായിട്ട് ഇൽനസ് മേഖലയിൽ ഇന്ത്യയിലും കേരളത്തിലും വിദേശത്തും ഒക്കെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നേഴ്സായിരുന്നു. അപ്പൊ അവരുടെ ആ എക്സ്പീരിയൻസ് കൊണ്ടാണ് അവർക്ക് ഇത്രയും കാര്യമായിട്ട് ഹ്യൂമൻ ബോഡിയെ കുറിച്ചും ഓരോ കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് സംസാരിക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ എങ്ങനെയാണ് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കുക എന്നുള്ളൊരു മറുതന്ത്രമാണ് ഇന്നിപ്പോ മാഡം ഇവിടെ നമ്മളോട് സംബന്ധിച്ചത്. കാരണം നമ്മൾ പലപ്പോഴും മാഗ്നറ്റിക് പ്രൊഡക്ട്സുകളാണ് എല്ലായിടത്തും പോയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് പകരം നമ്മുടെ അൾട്രാബെറി, മോർ പവർ, അതുപോലെ തന്നെ ഗിർപശുവിന്റെ നെയ്യ് മുതലായ നമ്മുടെ മറ്റ് പ്രൊഡക്റ്റുകളെ കുറിച്ച് നമുക്ക് സംവദിക്കാൻ സാധിക്കുമെങ്കിൽ നല്ല ബിസിനസ് കിട്ടുമെന്ന് മാഡം തന്നെ ഇവിടെ തെളിയിച്ചിട്ടുണ്ട്. അതാണ് മാഡം ആദ്യം പറഞ്ഞത്. ഇതൊക്കെ പറയുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കിയ അല്ലെ ആ കുടുംബം വലിയ സാമ്പത്തികമായും അതുപോലെ തന്നെ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു കുടുംബമാണ്. അപ്പൊ അവരുടെ കുട്ടിക്ക് എപ്പോഴും ജലദോഷം, ചുമ, അതുപോലെ തന്നെ അലർജി പ്രോബ്ലംസ്, ഇതിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആണ് നമ്മുടെ അൾട്രാബെറി ജ്യൂസ് എന്ന് പറയും. ഇമ്മ്യൂണിറ്റി പവർ കൂട്ടും എന്നുള്ളതാണ്. അത് എല്ലാവർക്കും കഴിക്കാം. ഈ ഷുഗർ പേഷ്യൻസിന് ഒഴിച്ച് കഴിക്കാം, ബാക്കി എല്ലാവർക്കും കഴിക്കാം. അപ്പോ ഇമ്മ്യൂണിറ്റി പവർ കൂടുമ്പോൾ തന്നെ എന്താവും, നമ്മുടെ അസുഖങ്ങളിൽ ചുമലും ചുമയും അലർജിയൊക്കെ മാറും. അതായത് കുട്ടികൾക്ക് കൊടുത്തുകൊണ്ട്, അതാണ് പറഞ്ഞത്, വലിയ മീനെ പിടിക്കാൻ വേണ്ടി നമ്മൾ ചെറിയ ഇരയാണ് ഇടുന്നത്. അപ്പോ അങ്ങനെ അവിടെ ഒരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് ഈ റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വീട്ടുകാർ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ അങ്ങനെയാണ് മാഡം അവിടെ കയറി ചെന്നതും എത്രയോ പ്രാവശ്യം നിരാകരിച്ചെടുത്ത് പോയിട്ടല്ലേ വീണ്ടും ആ ഒരു സെയിൽ എടുക്കാൻ വേണ്ടി സാധിച്ചു. ബിഗ് കൺഗ്രാജുലേഷൻ ബീന മാഡം. അത് എന്ന് പറഞ്ഞാല് എല്ലാവരെ കൊണ്ടും സാധിക്കുന്നല്ലേ. 35,000 രൂപ ഒരു ഫാമിലിയിൽ നിന്ന് ഒരു വരുമാനം നേടാൻ സാധിച്ചു എന്ന് പറഞ്ഞാല് അത് നിസ്സാരമല്ലത്. അഭിനന്ദിച്ച് നമുക്ക് മതിയാവണം. അപ്പൊ അതാണ് ചെറിയൊരു എൻട്രി.
നമ്മളൊരു അൾട്രാബറി ജ്യൂസ് കൊടുത്ത് ആ ഫാമിലിക്ക് കിട്ടിയ എൻട്രിയിലൂടെയാണ് പിന്നെ അവിടെ 5 അൾട്രാബറി കൊടുക്കാനും മോർ കൊടുക്കാനും നെല്ല് കൊടുക്കാനും അതേപോലെ തന്നെ ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ കൊടുക്കാനും അവരെ നമ്മുടെ ഈ സിസ്റ്റത്തിന്റെ ഭാഗമാക്കാനും ടാക്സ് സെല്ലിംഗിലേക്ക് കൊണ്ടുവരാനും ആ വീട്ടിൽ നിന്ന് മൂന്ന് ID ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ലെവലിലേക്ക് അവരെ മാറ്റാനും സാധിക്കുന്നത് നമ്മുടെ മനസ്സാണ് ആദ്യം. നമ്മൾ ആദ്യം ഒന്ന് മാറിയേ പറ്റുള്ളൂ. അപ്പൊ ഈ രീതിയിലേക്ക് നമുക്ക് മാറാൻ വേണ്ടി സാധിക്കണം. ചെറിയ പ്രൊഡക്ട്സുകൾ നമുക്കുണ്ട്. എല്ലാവരും തന്നെ ഈ 14, 300, 29 സംതിങ് 59,000 ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്കറിയാം വലിയ എമൗണ്ട് കിട്ടും. ഇത് ചെറിയ പാക്കേജസ് ഉണ്ട്. നമുക്ക് 4,800 രൂപ ഒരു അൾട്രാബറി ജ്യൂസ് പ്ലസ് ഒരു മോർ പവർ കിട്ടുന്ന പ്രൊഡക്ട്സ്. വെൽനസ് പ്രൊഡക്റ്റ് ആണ്, നല്ലൊരു റിസൾട്ട് ഉള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പൊ മേഡം ഇവിടെ മോർ പവറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു, അൾട്രാബറിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്മ്യൂണിറ്റി പവർ കൊടുക്കുക, അതുപോലെ കുട്ടികളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഏറ്റവും സാധിക്കുന്ന പ്രൊഡക്റ്റ് ആണ് നമ്മുടെ അൾട്രാബറി ജ്യൂസ്. അതുപോലെ തന്നെ അവരുടെ എല്ലാ 11 സിസ്റ്റത്തെയും അത് എന്ത് ചെയ്യുന്നു, ആക്ടിവേറ്റ് ചെയ്യുന്നത്. വളരെ നല്ലൊരു, അതുപോലെ HB കൗണ്ട് ഏറ്റവും കൂടുതൽ ഇന്ന് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മളെ കൗണ്ട് കുറയാവുന്നത്. ഹിമോഗ്ലോബിന്റെ അളവ് ബോഡിയിൽ കുറയുക. ഹിമോഗ്ലോബിന്റെ അളവ് ബോഡിയിൽ കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് ക്ഷീണവും തളർച്ചയും വിളർച്ചയും ഒന്നിനോടൊരു താല്പര്യമില്ലായ്മയൊക്കെ വരും. അതിന് ഏറ്റവും ബെസ്റ്റ് ആണ് നമ്മുടെ അൾട്രാബറി ജ്യൂസ്. അതായത് ഇപ്പൊ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ ആൻഡ് ടെൻഷനാണ്. കുട്ടികൾക്കും അതേപോലെ തന്നെ രക്ഷിതാക്കൾക്കും സ്ട്രെയിൻ ആൻഡ് ടെൻഷനാണ് അല്ലെ. കുട്ടികൾ പഠിക്കുന്നില്ലെങ്കിൽ കുട്ടികളെക്കാൾ സ്ട്രെസ് ചെയ്യുന്ന രക്ഷിതാക്കൾക്കാണ്. അപ്പൊ രണ്ടുപേർക്കും കൂടി അൾട്രാബറി ജ്യൂസ് ഉപയോഗിക്കാൻ പറ്റും. സ്ട്രെയിൻ ആൻഡ് ടെൻഷൻ മാറാൻ ഏറ്റവും നല്ലതാണ് നമ്മുടെ അൾട്രാബറി ജ്യൂസ് എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു കസ്റ്റമേഴ്സിനെ നമുക്ക് സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും. ചെറിയ എൻട്രിയിൽ വലിയ ഒരു ടീമിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഡയറക്ട് സെല്ലിങ്ങിന്റെ വിജയം എന്ന് പറയുന്നത് ടീമാണ്, ടീം ബിസിനസ് ആണ്. നിങ്ങളുടെ ടീം എത്ര പേര് നിങ്ങളുടെ ടീമിലുണ്ടോ അവിടെയാണ് നിങ്ങളുടെ വിജയം ഇരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മളെ ഫോക്കസ് മുഴുവൻ ഇനി നമ്മൾ പോകുന്നത് റീപർച്ചേസിലേക്കാണ്. ഇത്രയും നാൾ നമുക്ക് അങ്ങനത്തെ ഒരു വരുമാനമേ ഉണ്ടായിരുന്നില്ല അല്ലെ. പയറ്റോര്യത്തിൽ വന്ന 1 വർഷം കൊണ്ട് 1 കോടി കിട്ടുന്നതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. 1 year 1 CR എന്നായിരുന്നു നമ്മുടെ മുദ്രാവാക്യമെങ്കിൽ ഇന്ന് 1 year 161 കോടിയിലേക്ക് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. അത് ഇപ്പോഴും ആളുകൾക്ക് മനസ്സിലായിട്ട് ഇത് കിട്ടാൻ വേണ്ടി പോകുന്നുണ്ട്. ഞാനും വിചാരിച്ചു വന്നപ്പോ 1 വർഷം കൊണ്ട് 1 കോടി, അത് നടക്കാൻ വേണ്ടി പോകുന്ന കാര്യമല്ല എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ ഇത് ഇരുന്ന് പഠിച്ച് അതിന്റെ ചതുരംഗം കളിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോ, അതിന് ചെസ് കളിക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി ഇത് അടിക്കാൻ പറ്റുന്നു. അങ്ങനെയാണ് ഓടി അടിച്ചത്. അടിക്കാൻ പറ്റും. 160 കോടി അടിക്കാൻ പറ്റുമോ? ആരെങ്കിലും താടിക്ക് കൈകൊടുത്ത് നമ്മുടെ ജേക്കബ് സാറൊക്കെ ഇരിക്കുന്നത് ഇത് നടക്കാൻ പോകണ്ടോ? 160 കോടി 1 വർഷമൊക്കെ കിട്ടും ആർക്കെങ്കിലും എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ പറയുന്നത് 160 കോടി നേടും, ഒരു സംശയവും വേണ്ട. മനസ്സിലായില്ലേ? 1 വർഷം 160 കോടി നേടുന്ന ലെവലിലേക്ക് മാനസികമായിട്ട് ആദ്യം നിങ്ങൾ ഉയരണം. അപ്പോഴേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. അല്ലേ? നമ്മളെ മെന്റൽ പവർ അങ്ങോട്ട് വർദ്ധിക്കണം. നമ്മളെ വൈബ്രേഷൻ ലെവൽ വേറെ ലെവലിലേക്ക് സാധിക്കും എന്ന് നിങ്ങൾ ഡെയിലി നിങ്ങളെ മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ടോ. നടക്കാതെ എവിടെ പോകാനാണ്? 160 കോടി 1 വർഷം കിട്ടി ഇത്രയും മാത്രം ജനങ്ങളൊന്നും വേണ്ടത് ഇവിടെ. അതിന് നമ്മൾ ബേസ് എന്ന് പറയുന്നത് ഒരു 100 പേരുടെ ടീമിനെ നിങ്ങൾ ബിൽഡ് ചെയ്യൂ. ഫസ്റ്റ് ജീനിയസിൽ 100, വിന്നറിൽ 100, അതിലേക്ക് ഇറങ്ങും. 10 പേര് നിങ്ങളുടെ കൂടി ഉണ്ടാവുമല്ലോ ഇപ്പോ അല്ലേ. ആ 10 പേരെ എന്താക്കി മാറ്റി ഒരു 100 ആക്കി മാറ്റൂ. അതിന് വേണ്ടുന്ന അവരുടെ കൂടെ നിൽക്കൂ, അവർക്ക് കോൺഫിഡൻസ് കൊടുക്കൂ അല്ലെ. അവരെ ചേർത്ത് പിടിക്കൂ, അവരുടെ കൂടെ ആയിട്ട് ഫീൽഡിലേക്ക് ഇറങ്ങും. 100 പേര് എന്നുള്ളതാണ് നമ്മുടെ ഒരു വലിയ വീട് പണിയാണെങ്കിൽ അല്ലെ. ഷായി സാറ് പണിയതുപോലെ 4,500 സ്ക്വയർ ഫീറ്റിന്റെ 5,000 സ്ക്വയർ ഫീറ്റിന്റെ വീട് പണിയാണെങ്കിൽ അതിന് ആദ്യം പണിയേണ്ടത് ഒരു അടിത്തറയാണ്. ഈ അടിത്തറ എന്ന് പറയുന്നത് നമ്മുടെ 100 പേരുടെ ഒരു ടീമാണ്. ആ 100 എല്ലാവരോടും ഞാൻ ഇനി കേൾക്കുന്നവരോട് ഞാൻ ഇത് മാത്രമേ ഇനി പറയുള്ളൂ ദിവസവും. ഷാജി റസാഖ് സാറ് 100 പേരുടെ ടീം പണി, അതാണ് നിങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത്. മനസ്സിലായേ? 100 പേരെ ജീനിയസിലും 100 പേരെ വിന്നറിലും. അവിടെ നമുക്ക് പണി തുടങ്ങാം. 3 നിലയോ 4 നിലയോ 5 നിലയോ നമുക്ക് പണിയാം. ഒരു സംശയവും വേണ്ട. എല്ലാവരും അതിലേക്ക് ഇറങ്ങണം. 100 പേരുടെ ടീം നിങ്ങൾ പ്രതിജ്ഞ എടുക്കണം. 100 ദിവസം കൊണ്ട് ഞാൻ 100 പേരുടെ ടീമിനെ ക്രിയേറ്റ് ചെയ്യും. ഒരു ദിവസം ഒരാൾ വന്നാൽ മതി ടീമിലേക്ക് പോകുന്നതായിട്ട് പോരെ. അതിനു വേണ്ടി പണിയെടുക്കണം. അല്ലാണ്ട് തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് നടത്തില്ല ഇത്. ഒരു ദിവസം ഒരാളെങ്കിലും നിങ്ങൾക്ക് 4,800 അൾട്രാബറി ജ്യൂസ് എങ്കിലും കൊടുത്തിട്ട് നമ്മുടെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും എല്ലാവരും. 100 ദിവസം കൊണ്ട് 100 ആളെ കൊണ്ടുവന്നൂടെ? പുതുതായിട്ട് പറ്റത്തില്ലേ? ഇങ്ങനെ നിങ്ങളുടെ പേരിൽ 10 പേര് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലോ ഈ 10 പേര് ഇതേപോലെ ശ്രമിച്ച് എത്ര 1000 പേരാവൂലേ? ആവില്ലേ? 10 പേര് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ 10 പേര് ഒരാളെ വെച്ച് ഒരു ദിവസം കൊണ്ടുവന്നാൽ 1000 പേരായില്ലേ? 100 പേരുടെ ടീമിനെ ബിൽഡ് ചെയ്താൽ നമുക്ക് ഒരു മാസം 63,000 രൂപ ഉണ്ടാവും. റെഗുലർ ഇൻകം ആണെന്ന് പറയാൻ വേണ്ടി ഇതുപോലെ കുറെ പ്രൊഡക്ട്സുകൾ വരാൻ വേണ്ടി 2 PV പർച്ചേസാൽ 1,4 ലക്ഷം രൂപ എല്ലാ മാസവും കിട്ടും. എല്ലാ മാസവും കിട്ടും. അത് മെല്ലെ ഒരു 1000 പേരുടെ ടീമിൽ 100 1000 ആകാൻ വലിയ പണിയൊന്നുമില്ല. അതിനുവേണ്ട ട്രെയിനിങ്ങുകൾ നമ്മൾ കൊടുക്കും. നമ്മളെ വിനോദ് സാറിനെ പോലുള്ള, സുരേഷ് സാറിനെ പോലുള്ള, അതുപോലെ ഇനിയും പ്രശസ്തരായ കഴിവുള്ള ലീഡേഴ്സ്, വിനീഷ് സാറിനെ പോലുള്ള ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്.
അപ്പൊ അവരൊക്കെ വന്നിട്ട് നല്ല ട്രെയിനിങ് സെഷൻ, നമ്മുടെ ഡോക്ടർ സുമേഷ് സാറൊക്കെ നമ്മുടെ ട്രെയിനിങ് സെഷനിൽ പങ്കെടുക്കുന്നുണ്ട് ഈ 24-25 നടക്കുന്ന തീയതികളിൽ. അപ്പൊ അതിലൂടെ നല്ലൊരു ട്രെയിനിങ് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് 100-നെ 1000 ആക്കാൻ വലിയ പണിയുണ്ടാവില്ല, 100 ആക്കാനാണ് പണി. അവിടെയാണ് നമ്മുടെ ബിൽഡിംഗ് തുടങ്ങുന്നത്. അപ്പൊ 1000 പേരും കൂടെ ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബിവിയുടെ പർച്ചേസ് നടന്നാൽ അല്ലെ 6,30,000 രൂപ എല്ലാ മാസവും കിട്ടും. 2 ബിവിയാണ് ഇവർ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ എത്ര കിട്ടും? 12,60,000 രൂപ ഇൻറ്റു 12 അടിച്ചു നോക്ക്. 12 × 12 144 അല്ലേ? 1.5 കോടി രൂപയോളം ഓരോ വർഷവും നിങ്ങൾക്ക് റീപർച്ചേസ് ബേസിക് ലെവലിൽ നിൽക്കുന്ന ആളുകൾക്ക് നേടാൻ വേണ്ടി സാധിക്കും. അതിനാണ് ബീന മാഡം പറഞ്ഞ ഈ രീതിയിലുള്ള അകത്തേക്ക് കിടക്കാനുള്ള വഴികൾ കണ്ടുപിടിക്കണം. ഒരു വീട്ടിനകത്തേക്ക് കയറി ചെല്ലാനുള്ള വഴികളാണ് ഈ കണ്ടുപിടിക്കുന്നത്. അവിടെ 59,000 കഥയും അല്ലെ 29,000 കഥയൊക്കെ പറഞ്ഞാൽ ചിലപ്പോ എൻട്രി കിട്ടില്ല. അവിടെ ഈ വെറും ചെറിയ പ്രൊഡക്റ്റ് കൊടുത്ത് കയറി ചെല്ലി വീട്ടില് അവിടെ ഒരു ഇരിപ്പിടം ഉറപ്പിക്ക്. പിന്നെ അവരെ എല്ലാം കുടുംബത്തോടെ കൂട്ടുകുടുംബത്തോടെ അവരെ സൗഹൃദത്തോടെ നമുക്ക് ചേർത്ത് പിടിച്ച് കൊണ്ടുവരാലോ. മനസ്സിലായ? ആ രീതിയിലേക്ക് നമ്മൾ വളരാൻ തയ്യാറുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ ഒന്നും വേണ്ട. ഒരു 5 വർഷമൊക്കെ കഴിയുമ്പോഴേക്കും 160 കോടി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഒഴുകി വരും കേട്ടാ ജേക്കബ് സാറേ. ഒരു സംശയവും വേണ്ട. നിങ്ങളത് സ്വീകരിക്കാനുള്ള മനസ്സ്, ഞാനിപ്പോ സ്വീകരിക്കാനുള്ള മനസ്സിലാ. നിങ്ങൾ കണ്ടോളൂ. സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇതൊന്നും നടക്കൂല എന്ന് വിചാരിച്ചിട്ട് ഇതും കൊണ്ട് നടന്ന് ഒന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം അടിപൊളി പ്രോഗ്രാം ആയിരുന്നു. എല്ലാവർക്കും നല്ല അറിവ് നൽകുന്ന നമ്മുടെ മോർ പവർ സെക്ഷുവൽ വെൽനെസ്സിനെ കുറിച്ച് പലർക്കും പറയാൻ നാണക്കേടാണെന്നുള്ളത്. സെക്ഷുവൽ വെൽനെസ് ഇന്ന് നമ്മുടെ സമൂഹം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രോബ്ലമാണ്. കുട്ടികൾ മുതൽ എന്നറിയാം ഷുഗർ പേഷ്യൻസ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. 50%, 45% കൂടുതൽ കേരളത്തിൽ ഷുഗർ രോഗികളാണ്. അല്ലാത്തവർക്കുണ്ട് ടെൻഷൻസ് ആൻഡ് വറീസ്. ഇതെല്ലാം വരുമ്പോൾ നമ്മുടെ സെക്ഷുവൽ വെൽനെസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, സെക്ഷുവൽ അവരുടെ ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, സ്റ്റാമിന കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനൊക്കെ ബൂസ്റ്റ് ചെയ്യുന്ന നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മുടെ എല്ലാവർക്കും അറിയാം. അത് വാങ്ങി കഴിച്ചു നോക്കിയ ആൾക്ക് അതിന്റെ റിസൾട്ട് അനുഭവിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മൾ സമൂഹത്തിലേക്ക് ഇതിന്റെ അറിവ് കൊടുക്കാൻ തയ്യാറ്. വെൽനസ് കൺസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെറുതെ വീട്ടിലിരിക്കലല്ല, നമ്മൾ ഇറങ്ങി പുറപ്പെടണം. അല്ലേ? ഡെയിലി ആളുകൾക്ക് അവയർനെസ് കൊടുക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമ്മുടെ പഞ്ചായത്തിൽ ഒരാൾ ഹാർട്ട് അറ്റാക്ക് ആയി മരിച്ചിട്ടുണ്ടെങ്കിൽ, ചെറുപ്പക്കാരൻ കുഴഞ്ഞു വീട് മരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി നിങ്ങളാണെന്ന് ഞാൻ മനസ്സിലായി. മരിക്കാൻ പാടില്ല ഒരാൾ. കാരണം നമ്മൾ വേണ്ടത്ര പ്രവർത്തിച്ചില്ല എന്നുള്ളതിന്റെ തെളിവാണ് നമ്മുടെ വാർഡിലോ നമ്മുടെ പഞ്ചായത്തിലോ 2 ആൾ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഫോട്ടോ എടുത്തിട്ട് ആരും ഇടണ്ട ഗ്രൂപ്പിലേക്ക്. മനസ്സിലായ? ആരെ ഇട്ടേച്ച് അവരാണ് അതിന്റെ യഥാർത്ഥ പ്രതി. കാരണം അദ്ദേഹത്തിന് അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിന് ബോധവൽക്കരണം നടത്താൻ വേണ്ടി സാധിച്ചില്ല എന്നുള്ളൊരു ആത്മപരിശോധനയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോ ആ രീതിയിലേക്ക് നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റിന്റെ അവയർനെസ് കൊടുക്കാൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ നമുക്കൊരു സമൃദ്ധമായ കേരളത്തെ ഐശ്വര്യവും സമ്പത്തും സന്തോഷവും നിറഞ്ഞ ഒരു കേരളത്തെ നമുക്ക് ഒരുമിച്ച് വാർത്തെടുക്കാൻ വേണ്ടി സാധിക്കും. ഇത്രയും സ്ട്രോങ് ആയ ഒരു പ്ലാറ്റ്ഫോം ഇല്ല. വേറെ എന്ത് ബിസിനസ് ചെയ്താലും നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഇതുപോലെ പറ്റില്ല കേട്ടാ. എന്ത് ബിസിനസ് നിങ്ങൾ പറയുക പോയിക്കോ. പലരും പല കമ്പനിയിലേക്ക് ചാടി പോകുന്നു, ഇങ്ങോട്ട് പോകും, അവിടെ പോയാൽ ഇങ്ങനെയാവും, ഇവിടെ പോയാൽ ഇങ്ങനെയാവും എന്ന് വെച്ച് മനസ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചിട്ട് അവസാനം തളർന്ന് പരവശനായി വീണ്ടും ബയോട്ടോറിയത്തിലേക്ക് വരുന്ന നിരവധി ആളുകളെ ഇപ്പൊ കണ്ടിട്ടുണ്ട്. ഇന്ന് എറണാകുളത്ത് ഒരു മീറ്റിംഗ് നടക്കാൻ വേണ്ടി പോവാണ്. എന്റെ സുഹൃത്തുക്കളാണ് ഇത് പങ്കെടുക്കുന്നത്. പല കമ്പനിയിലേക്കും പല ലീഡേഴ്സ് വിളിച്ചു കൊണ്ടുപോയപ്പോഴും അവിടെ നിന്നെല്ലാം തകർന്ന് തരിപ്പണമായിട്ട് വീണ്ടും ഗർവാപ്പസി എന്ന് പറഞ്ഞ വീണ്ടും നമ്മുടെ കുടുംബത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരവസ്ഥയാണുള്ളത്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിലാണ് സുഹൃത്തുക്കളെ നമ്മൾ നിൽക്കുന്നത്. നിങ്ങൾ വേറെ ഒരു ബിസിനസിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്തിനു ചിന്തിക്കണം? ഇല്ലേ? ഇവിടെ ഒരു ബിസിനസ് 50 രൂപയുടെ ഒരു സെയിൽ എടുത്താൽ 2020 രൂപ, 100 രൂപയുടെ സെയിൽ എടുത്താൽ 4040 രൂപ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ ആ കമ്പനിയുടെ പേരാണ് ഈ ബയോട്ടോറിയം. നമുക്ക് അഭിമാനിക്കാൻ വേണ്ടി സാധിക്കണം സുഹൃത്തുക്കളെ. നിങ്ങൾ എന്തിനു വേറെ ബിസിനസിനെ കുറിച്ച് ചിന്തിക്കുന്നു? ചിന്തിക്കേണ്ട ആവശ്യമില്ല. റീപർച്ചേസ് ഏപ്രിലോട് കൂടി നിങ്ങൾ കണ്ടോളൂ. ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള A to Z ഉൽപ്പന്നങ്ങൾ പിൻ ടു പ്ലെയിൻ എന്ന് പറയും പോലെ പേസ്റ്റ് മുതൽ സോപ്പ് മുതൽ ഷാമ്പു മുതൽ ഗ്രോസറി ഐറ്റംസ് മുതൽ കോസ്മെറ്റിക് ഐറ്റംസ്, വാനിറ്റി ബാഗ് മുതൽ ടെക്സ്റ്റൈൽ ഐറ്റംസ് മുതൽ എല്ലാം തന്നെ ഒരു നമ്മുടെ വിരൽ ചലിപ്പിച്ചാൽ അതിലൂടെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനം വരാൻ വേണ്ടി പോവാണ്. നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്ത് ആ ടീമിലൂടെ നടക്കുന്ന ബിസിനസ് വോളിയത്തിന്റെ പെർസെന്റേജ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നമ്മുടെ കാലശേഷവും നമ്മുടെ തലമുറയിലേക്ക് കൈമാറപ്പെടുന്ന വലിയൊരു സംരംഭത്തിന്റെ ഭാഗമാണെന്നുള്ള തിരിച്ചറിവോട് കൂടിയിട്ട് ആത്മാർത്ഥമായിട്ട് ഏറ്റെടുത്ത ജനങ്ങളിലേക്ക് ഇറങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കട്ടെ. ഇറങ്ങിയാൽ നിങ്ങൾ ആദ്യം നിരാകരിക്കും, നിസ്കരിക്കും, പുച്ഛിക്കും, കളിയാക്കും. അതൊക്കെ നിങ്ങൾ നേരിടണം. അല്ലേ? ഒരു ചെടി വളരുന്നത് എങ്ങനെയാ? ചെടി വെയിലത്തേക്ക് ഒരു കുരു നമ്മൾ ഇട്ടുകൊടുത്താൽ അതിന് വെയിൽ കൊള്ളേണ്ടി വരും, അതിന് മഴ കൊള്ളേണ്ടി വരും. ഇല്ലേ? അവിടുന്ന് വെയിലും മഴയും കാറ്റൊക്കെ കൊണ്ടിട്ടാണ് അത് മെല്ലെ മുളക്കാൻ വേണ്ടി തുടങ്ങുന്നത്.
അത് കൊള്ളാതെ ഒരു വിത്തിന് മുളക്കാൻ വേണ്ടി സാധിക്കില്ല എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അതിലേക്ക് പിന്നെ മഴ പെയ്യുമ്പോ പ്രകൃതിയിൽ നിന്ന് വരുന്ന വെള്ളം അല്ലെ, നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാതെയും വളരുന്നുണ്ട്. പ്രകൃതിയിൽ നിന്ന് വരുന്ന മഴയിൽ നിന്ന് കിട്ടുന്ന വെള്ളത്തെ സ്വീകരിച്ചിട്ടുണ്ട് അല്ലെ. പിന്നെയും വെയിൽ കൊള്ളും, പിന്നെയും കാറ്റ് വരും, കാറ്റ് വരുമ്പോഴും വെയിൽ കൊള്ളുമ്പോഴും വീണ്ടും അതിന്റെ വേരുകൾ മണ്ണിലേക്ക് എപ്രകാരം ഇറങ്ങുമ്പോ പിന്നെയും 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 വെയിലിനെയും കാറ്റിനെയും ഒക്കെ അത് ജീവിച്ചുകൊണ്ട് ഇല്ലേ, അതിന്റെ നാമ്പുകൾ ഇങ്ങനെ പുറത്തേക്ക് വരും. ആ നാമ്പുകൾ ഇങ്ങനെ ഓരോ ഇലകളായിട്ട് പുറത്തേക്ക് വരും, തളിരുകൾ പുറത്തേക്ക് വരും. പിന്നെ മെല്ലെ 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 അത് തളിര് ചുവന്ന ഇലകൾ പച്ചയാവാൻ തുടങ്ങും ഇല്ലേ, വീണ്ടും ഇലകൾ വരും. ആ പ്രകൃതിയിൽ നടക്കുന്ന എല്ലാം അനുഭവിച്ചേ പറ്റുള്ളൂ. ചൂടും വെയിലും തണുപ്പും ഒക്കെ അനുഭവിച്ചുകൊണ്ട് അതിന്റെ വേരുകൾ താഴോട്ടിറങ്ങുമ്പോ അതിന്റെ തളിരുകൾ വന്ന് 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 ഇല്ലേ, ആ ഇലകളായി അതിന്റെ ശിഖരങ്ങൾ പൂക്കാൻ വേണ്ടി തുടങ്ങും. പൂത്ത് സമൃദ്ധിയുള്ള ഇല്ലേ പഴങ്ങൾ നമുക്ക് തരും. അതുപോലെ തന്നെയാണ് ജീവിതവും എന്ന് പറയുന്നത്. പ്രതിസന്ധികളും പ്രയാസങ്ങളും വരും സുഹൃത്തുക്കളെ. അതിനെ നേരിടാനുള്ള ചങ്കുറ്റവും തന്റെ ഇടവും ഉണ്ടാകണം. പിറകോട്ട് മാറിയതുകൊണ്ട് ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല. എവിടെ ചെന്നാൽ ഇത് തന്നെയാണ് പ്രോസസ്. അതുകൊണ്ട് ഇത് ബയോട്ടോറിയത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട് ആവേശത്തോട് കൂടിയിട്ട് ഇതല്ലാതെ വേറെ മാർഗമില്ല നമ്മളെ പോലുള്ള സാധാരണക്കാരെന്നുള്ള ആത്മവിശ്വാസം നിങ്ങൾക്ക് ടീമിന് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. വലിയ വലിയ അച്ചീവ്മെന്റ്സിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ഇന്ന് ഈ പ്രോഗ്രാം അവതരിപ്പിച്ച നമ്മുടെ MC നയന മേഡത്തിനും അതുപോലെ തന്നെ അടിപൊളിയായിട്ട് നമ്മുടെ ഈ എങ്ങനെ നമുക്ക് സെയിൽ എടുക്കാൻ വേണ്ടി സാധിക്കും, നമ്മുടെ 3 പ്രൊഡക്റ്റിന്റെയും ഗുണങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മൾ അറിയാതെ ഇല്ലേ അതിന്റെ ഓരോ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് പോലും വളരെ ശാസ്ത്രീയമായിട്ട് നമുക്ക് അഭിനയിക്കുന്ന നമ്മുടെ പ്രിയങ്കരിയായ മാഡം ബീന മേഡത്തിനും ബിഗ് കൺഗ്രാറ്റുലേഷൻ നേർന്നുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സീ മോർ പീപ്പിൾ കൂടുതൽ ആളുകളിലേക്ക് ആവേശത്തോടെ ഇന്നെത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. തൽക്കാലം ചില പ്രയാസങ്ങളൊക്കെയാണ്. പ്രയാസങ്ങളെല്ലാം പ്രതിസന്ധികളെല്ലാം നമ്മളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രയാസങ്ങളും പ്രതിസന്ധികളും തളർച്ചയും നിങ്ങൾക്ക് നിരാശയും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളൂ, ഞാനിതാ വിജയത്തിന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. മനസ്സിലായ? വിജയത്തിന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരുമ്പോ ഇതൊക്കെ കൂടുതൽ വരും. ടീമിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, ആളുകൾ വർക്ക് ചെയ്യാത്തവരുണ്ടാവും. അവിടുന്ന് തളർന്ന് പിന്മാറുന്നവരല്ല വിജയിക്കുന്നത്. അവിടുന്ന് ആവേശത്തോടെ പുതിയ പുതിയ ആളുകളെ കണ്ടെത്തിയിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ആളുകളാണ് വിജയിച്ചിട്ടുള്ളത്. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആളുകൾ ഈ ഭൂമിയിലുണ്ട്, നമ്മുടെ പ്രദേശത്തുണ്ട്. അവരെ കണ്ടെത്തുന്നത് വരെ പ്രവർത്തിക്കാനുള്ള ഊർജം നിങ്ങൾക്ക് ഉണ്ടാവണം, ആവേശം ഉണ്ടാകണം. തോറ്റ് പിന്മാറുന്നവർക്കുള്ളതല്ല വിജയം. വിജയം എന്നത് പോരാടുന്നവർക്കുള്ളതാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ജയ് ജയ്. താങ്ക് യു സാർ.